നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, മള്ളിയൂരേശ്വര, എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്ന് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണേശപുരാണ സപ്താഹയജ്ഞത്തിന്റെ ഒന്നാമത്തെ ദിവസം ആചാര്യൻ ബ്രഹ്മശ്രീ മടവന രാജേന്ദ്രൻ നമ്പൂതിരി അദ്ദേഹം ആദ്യത്തെ 6 അധ്യായങ്ങൾ വായിച്ച് നിർത്തിയിരിക്കുകയാണ്. വളരെ ഇന്നലെ മഹാത്മ്യം പറയുന്ന സമയത്ത് പറഞ്ഞ പോലെ വളരെ ചെറിയൊരു ഗ്രന്ഥമാണ് ഗണേശപുരാണം. അതിനധികം വലിയ വലിപ്പമൊന്നുമില്ല. ഒരു രാജാവിന്റെ കർമ്മദോഷങ്ങൾ എങ്ങനെ മാറി എന്ന് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കഥാശ്രവണവും അതേപോലെ തന്നെ ഭഗവാന്റെ തത്വത്തെ ഉൾക്കൊള്ളലും എങ്ങനെയാണ് നമുക്ക് ആന്തരിക ശുദ്ധി ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു തരുന്നൊരു ദിവ്യമായിട്ടുള്ളൊരു കൃതിയാണ് ഗണേശപുരാണം. അതിനാരംഭത്തിലൊരു നമസ്കാരം. ശ്രീ ഗണേശായ നമ, ശ്രീ സ്വാനന്ദേശായ നമ, ബ്രഹ്മണസ്പതയേ നമ, ശ്രീ മഹാസിദ്ധ്യൈ നമ, ശ്രീ മഹാബുദ്ധ്യൈ നമ, ശ്രീലക്ഷ്യായ നമ, ശ്രീലാഭായ നമ, ശ്രീ നഗ്നഭൈരവരാജായ നമ, ശ്രീമദ് ഗണകായ പരബ്രഹ്മഗുരവേ നമ, ശ്രീമന്മുദ്ഗലായ പരമാചാര്യായ നമ, ശ്രീ ഭുഷുണ്ഡി ഗാർഗ്യ ഗൃത്സമത ഭൃഗുവ്യാസായ നമ, ശ്രീമത് സകല ഗാണേശഗുരുഭ്യോ ആചാര്യേഭ്യശ്ച നമോ നമ, ശ്രീ ബ്രഹ്മഭൂയ മഹാസിദ്ധി പീഠാധീശ്വര ശ്രീമദ് ഗിരിജാസുത യോഗീന്ദ്രായ നമോ നമ, ശ്രീമദ് ഗണേശ ജഗദ്ഗുരവേ ശ്രീമദ് യോഗീന്ദ്രാചാര്യൈ നമ, ശ്രീമദ് കുശധാരിണേ സദ്ഗുരവേ യോഗീന്ദ്രായ നമ, ശ്രീമദ് ഗുരവേ ഹേരംബരാജായ നമ. ഇങ്ങനെയാണ് ആരംഭ ശ്ലോകങ്ങൾ. ഒന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതില് ഏറ്റവും രസമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഗണേശന് നമസ്കാരം, ശ്രീ സ്വാനന്ദേശന് നമസ്കാരം, ബ്രഹ്മണസ്പതിക്ക് നമസ്കാരം, മഹാസിദ്ധിക്ക് നമസ്കാരം, മഹാബുദ്ധിക്ക് നമസ്കാരം എന്നിങ്ങനെ ഓരോ ഭഗവാന്റെ വിഭൂതികളെയും ശക്തികൾക്കും ഒക്കെ നമസ്കാരം പറയുന്നു. ഗണേശപുരാണം എന്നാണ് നാമം എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഗണങ്ങളുടെ ഈശ്വരനായതുകൊണ്ട് ഇവിടെ ഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും വരും. സകല ജീവജാലങ്ങൾക്കും പതി എന്ന അർത്ഥത്തിൽ അവിടെ ഗണേശ്വരൻ എന്ന് കൊടുത്തിരിക്കുന്നു. ഗണത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ക്വാളിറ്റീസ്, ടാലന്റുകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ കഴിവുകളുടെയും നമ്മളുടെ എന്താ പറയുക സ്കില്ലുകൾ, ഈ സ്കില്ലുകളുടെയൊക്കെ അതീശ്വരനാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ട് ഗണേശന് നമസ്കാരം എന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം പറയണ വാക്കാണ് ശ്രീ സ്വാനന്ദേശന് നമസ്കാരം. എന്ത് ഈ സ്വാനന്ദ, ആത്മാനന്ദലവീഭൂത എന്നും പറഞ്ഞിട്ടുള്ള ഒരു നാമുണ്ട് അല്ലേ. നമ്മള് ബ്രഹ്മാദ്യാനന്ദ സന്തതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയും. ഈ ആത്മാനന്ദം തന്നെയാണ് സ്വാനന്ദം. ആത്മാനന്ദം വെച്ചാൽ അവനവൻ രമിച്ച് അവനവനിൽ ഉറച്ചിരിക്കുമ്പോൾ അവനവനുണ്ടാവുന്ന ആനന്ദം. അതിന്റെ മുകളിൽ വേറൊരു തൃപ്തിയോ സന്തോഷമൊന്നും ഇല്ല. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഭക്തിയുടെ ഏറ്റവും വലിയ നിർവചനം ശങ്കരഭഗവത്പാദർ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്ന് പറഞ്ഞിട്ടുണ്ട് ആചാര്യസ്വാമികൾ. മോക്ഷം കിട്ടാൻ ഏറ്റവും മികച്ച മാർഗം ഭക്തിയാണ്. പക്ഷെ അത് മാത്രമേ ആൾക്കാർ പറയുള്ളൂ. ബാക്കി അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോക്കും നാമം ചൊല്ലലും ഭജന പാടലും അത് ചെയ്യുന്ന സമയത്ത് മനസ്സ് ഈശ്വരങ്കൽ നിന്നാലും നിന്നില്ലെങ്കിൽ അതിനെ ഭക്തി എന്ന് വിളിക്കുന്ന ഒരു പ്രവണതയായിപ്പോയി. വാസ്തവത്തിൽ ഭക്തി ഇതൊന്നുമല്ല. ഭക്തിക്ക് ക്ഷേത്രത്തിന്റെ ആവശ്യമില്ല, മന്ത്രത്തിന്റെ ആവശ്യമില്ല, ഭജനയുടെ ആവശ്യമില്ല, സത്സംഗത്തിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഭക്തിക്കുള്ള ടൂൾസ് മാത്രമാണ്, ഭക്തിക്കുള്ള ഉപകരണങ്ങൾ മാത്രം. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഉപകരണങ്ങളെ പുകഴ്ത്തുകയും അതിന്റെ ആ ആത്യന്തിക ലക്ഷ്യത്തിനെ മറക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ള അതേ ശ്ലോകത്തിൻ്റെ പിന്നീട് വരുന്ന 2 വരിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മോക്ഷസാധന സാമഗ്ര്യം ഭക്തിരേവ ഗരീയസി എന്ന് പറഞ്ഞു. ശരിയാണ്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യ വിധീയതേ. അവനവന്റെ സ്വരൂപത്തിൽ സദാ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ ഉള്ള ചൈതന്യത്തിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ വിമാനത്തിലാണെങ്കിലും കടലിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കാർ ഓടിക്കുകയാണെങ്കിലും വേറെ ജോലി ചെയ്യുകയാണെങ്കിലും യാതൊരു വിധത്തിലുള്ള ചലനവും ഇല്ലാണ്ട് സകലതും ഈശ്വരങ്കലയ്ക്ക് നിർത്തുക. നമ്മുടെ അകത്ത് തന്നെയാണ് ചൈതന്യം, നമ്മൾ തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ചൈതന്യം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മനസ്സിലാകുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദം സാധാരണ മനുഷ്യന് ജീവിതത്തിൽ സന്തോഷം വന്ന ഒരു തുള്ളിച്ചാട്ടം ഉണ്ടാവും, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എക്സൈറ്റ്മെന്റുള്ള ആനന്ദം നിലനിൽക്കില്ല. അത് കുറച്ച് ആ സന്തോഷത്തിന്റെ ഒരു കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് പോവും, അതിന്റെ ഫീല് പോവും. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ സന്തോഷിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് നമ്മൾക്ക് ശ്രദ്ധ പോലും വരുന്നില്ല. അന്നൊക്കെ ഞാൻ ഇതിനൊക്കെ വേണ്ടി എന്തൊക്കെ കിടന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ശ്രദ്ധയുമില്ല. പക്ഷെ ഈ ആനന്ദം അങ്ങനെയല്ല. ഇത് എപ്പോഴും നിൽക്കുന്നതാണ്, ഒരേപോലെ നിൽക്കുന്നതാണ്. ഇത് ശാന്തമാണ്. ഈ ആനന്ദത്തിന്റെ ക്വാളിറ്റി തന്നെ അതാണ്. അത് മാത്രമല്ല, അതിൻ്റെ കട്ടി എത്ര മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കുട്ടികളോട് ചോദിക്കില്ലേ, സന്തോഷമായോ, മിഠായി കൊടുത്തിട്ട് കുറച്ച് സന്തോഷമുണ്ട്, എത്ര സന്തോഷം, 4 സന്തോഷം, 2 സന്തോഷം എന്നൊക്കെ കുട്ടികൾ പറയും. അവരതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ, ഇങ്ങനെ മെഷർ ചെയ്യാൻ നോക്കും. പക്ഷേ ഈ സന്തോഷത്തിനെ മെഷർ ചെയ്യാൻ പറ്റില്ല, ഇതിനെ അളക്കാൻ പറ്റില്ല. അതാണ് ഭട്ടതിരി നാരായണീയത്തിന്റെ തുടക്കത്തിൽ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറഞ്ഞു തുടങ്ങിയതും ആഞ്ഞം തിരുമേനി സച്ചിദാനന്ദ കട്ട എന്ന് ഗുരുവായൂരപ്പനെ വിളിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അതിനെ മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ തിക്നെസ്, ആ സന്തോഷത്തിന്റെ കട്ടി അത്ര മാത്രമാണ്. ആ സന്തോഷം അനുഭവിക്കുന്നവൻ അത് പുറത്തുള്ള ഒരു കാര്യത്തിനനുസരിച്ചിട്ടല്ല അവൻ സന്തോഷം അനുഭവിക്കണം. എ സിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എ സി പോയി, ചൂടെടുക്കാൻ തുടങ്ങി, സന്തോഷം പോയി. എ സിയിലിരുന്ന സന്തോഷം കറണ്ട് പോയപ്പോൾ പോയി, അല്ലേ? നമ്മൾ ഇവിടെ പ്രഭാഷണം കേട്ടോണ്ടിരിക്കും, രാവിലെ നല്ല തെളിഞ്ഞ തേടിയിട്ട് 11 മണിയാകുമ്പോൾ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും, ഉറക്കം വരും. അപ്പൊ കേട്ടോണ്ടിരുന്ന സന്തോഷം പോയി. നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സന്തോഷം എന്നുണ്ടെങ്കിൽ ആ സന്തോഷം കൊണ്ട് നമുക്ക് എല്ലാ കാലത്തും സന്തോഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്ര ദുഃഖം വരണം മനുഷ്യന്. നേരെ മറിച്ച് ഈ അകത്തുള്ള സന്തോഷം കണ്ടുപിടിച്ചാൽ അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, അത് അവിടെ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞവനെയാണ് ആത്മാരാമൻ എന്ന് വിളിക്കുന്നത്, അഥവാ സ്വാനന്ദേശൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്കിന് കുറച്ചൊരു എക്സ്ട്രാ സമയം കൊടുത്തത്. ശ്രീ സ്വാനന്ദേശന് നമസ്കാരം. അത് കഴിഞ്ഞാൽ വേദത്തിൽ പറഞ്ഞൊരു വാക്കാണ് ബ്രഹ്മണസ്പതി. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. ബ്രഹ്മണാം ബ്രഹ്മണസ്പതി മാനസ്വരുണ്ണോദിപസീത സാധനം എന്ന മന്ത്രത്തിൽ വരണം, ഗണാനാം ത്വാ ഗണപതി എന്നുള്ളതല്ല. അപ്പൊ അതിൽ ആ ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപിയായിട്ടിരിക്കണം, അവന് നമസ്കാരം. ഭഗവാന്റെ പ്രധാനപ്പെട്ട 2 ശക്തികളാണ് സിദ്ധിയും ബുദ്ധിയും. സിദ്ധി സ്കില്ല്, ബുദ്ധി ഇന്റലിജൻസ്. ഇത് രണ്ടും ഗണപതിയിലായിരിക്കണം. പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ് ബുദ്ധി. ഗണപതിയെ ബുദ്ധിയാണ്, ശുദ്ധ ബുദ്ധിയാണ്. അത് പക്ഷെ ആബ്സല്യൂട്ടാണ്. അതായത് അതിനെ നമുക്ക് അതിൽ കലർപ്പേ ഇല്ല, അത്ര ശുദ്ധമാണ്. പക്ഷെ ലോകത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ ആ ബുദ്ധി ലോകമായിട്ട് അതിന് ബന്ധമില്ല. ലോകത്തിലേക്ക് വന്നാൽ അവിടെ മായ വന്നു എന്ന് വെച്ച് നമുക്ക് ജീവിക്കണ്ടേ? ശരീരം കിട്ടിപ്പോയി, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതിനുപയോഗിക്കേണ്ട ബുദ്ധി, ഇന്റലിജൻസ് ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ ആവശ്യമുള്ള അത് ആ ബുദ്ധി. അതൊരു പത്നിയായിട്ട് പറയുന്നു. അതേമാതിരി സിദ്ധി സ്കില്ല്. നമ്മൾ പറയും കാര്യവന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കഴിവില്ല, കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സ്കില്ലില്ല അവന് എന്ന് പറയും. ചിലർ പറയും അവന് നല്ല സ്കില്ലുണ്ട്, പക്ഷെ ചിന്തിക്കില്ല, ബുദ്ധിയില്ല എന്ന് പറയും. ഇത് രണ്ടും ചേർത്ത് കിട്ടണം. ഇത് രണ്ടും ചേർത്ത് കിട്ടാനാണ് ഗണപതി ഉപാസിക്കേണ്ടതെന്ന് പറയും. പിന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട 2 എന്താ പറയാ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നമ്മൾ എവിടെയാ ചെല്ലുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ. ജീവിതം പോട്ടെ, നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമുക്ക് ഈ ലക്ഷ്യമുണ്ട്. രാവിലെ കിടക്കയിൽ എണീച്ചു, ടോയ്ലറ്റിൽ പോകണം, പല്ലേക്കാൻ പോകണം, കാപ്പ് കുടിക്കണം, ഇതൊക്കെ ലക്ഷ്യങ്ങളാ.
ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകുന്നു. കൊച്ചു 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 ലക്ഷ്യങ്ങളുണ്ട് ഡെയിലി. നമ്മൾ ഇതിനൊന്നും ശ്രദ്ധിക്കില്ല. നമുക്ക് രാവിലെ എണീക്കുന്നു, പോകുന്നു. നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നാ. ചെറിയ കാര്യങ്ങൾ പോലും ലക്ഷ്യം. അത് കിട്ടുമ്പോ അതിനെ, ആ ലക്ഷ്യത്തെ നേടുന്നതിനെ ലാഭം എന്ന് പറയും. അല്ലാണ്ട് ഇതിന്റെ ലാഭം മാത്രമല്ല, കാശ് അതല്ല, ലക്ഷ്യവും ലാഭവും. അതുകൊണ്ടാണ് ഭഗവാനെ ലക്ഷലാഭ സംയുക്തായ സിദ്ധിബുദ്ധി സഹിതായ ഗണപതയെ നമാന്നൊരു മന്ത്രമുണ്ട് ശിവപുരാണത്തിൽ. സാധാരണ ഗൃഹസ്ഥർക്ക് ജപിക്കാൻ ഏറ്റവും ഗുണമുള്ള മന്ത്രങ്ങളിൽ ഒന്നായിട്ടാണത് ഗണപതി ഭഗവാന്റെ ഒരു സ്തുതി മന്ത്രമാണ് ശരിക്കും. ലക്ഷ്യത്തോടും ലാഭത്തോടും കൂടിയിട്ടുള്ളവനും അത് എഴുതുമ്പോൾ ലക്ഷലാഭ സംയുക്തായ എന്ന് എഴുതി. ലക്ഷലാഭ സംയുക്തായ സിദ്ധിബുദ്ധി സഹിതായ ഗണപതയെ നമഃ. ഗണപതി എന്ന് പറയുന്ന ദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം നമ്മൾ നേടും എന്നുള്ളത് ഉറപ്പാണ്. അതിന് സഹായകരായിരിക്കണം ഭഗവാന്റെ കൂടെയുള്ള ഈ രണ്ട് ശക്തികളാണ്, ബുദ്ധിയും സിദ്ധിയും. അതുകൊണ്ട് അവരെയൊക്കെയാണ് നമസ്കരിക്കുന്നത്. മഹാസിദ്ധിക്ക് നമസ്കാരം, മഹാബുദ്ധിക്ക് നമസ്കാരം, ലക്ഷ്യത്തിന് നമസ്കാരം, ലാഭത്തിന് നമസ്കാരം. അത് കഴിഞ്ഞാൽ ഭഗവാനെ നഗ്ന ഭൈരവരാജ എന്ന് വിളിക്കുന്നു. ഭൈരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ശബ്ദം ഉണ്ടാക്കണമെന്ന വാക്കിന്റെ അർത്ഥം. രവം ശബ്ദം. ജനിച്ചപ്പോ തന്നെ അലറിക്കരഞ്ഞുകൊണ്ട് ലോകത്തിനെ മുഴുവൻ കൊച്ചുകുട്ടി, നമ്മൾ പറയില്ല ചില കുട്ടികൾ കരയണ കേൾക്കാൻ സുഖം ഉണ്ടാവും, ചില കുട്ടികൾ കരയണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയോ. ചില കുഞ്ഞുവാവകൾ കരയണ കേട്ട് കഴിഞ്ഞാൽ പേടിയോ, അമ്മാതിരിയ കരയെ വരും. അങ്ങനെ ഭീകരമായ ശബ്ദമുണ്ടാക്കി കേൾക്കുന്നവർക്കൊക്കെ ഭയമുണ്ടാക്കിയിട്ട് ജനിച്ച ഉടനെ കരഞ്ഞുകൊണ്ടാണ് രാവണൻ എന്ന് പേര് വന്നത്. രാവണൻ. അപ്പൊ രവം ചാൽ ശബ്ദം, ഭൈരവം ഭയമുണ്ടാക്കുന്ന ശബ്ദം. അതാണ് ഭൈരവൻ. ഭഗവാന്റെ ഭാവമാണ് ഭൈരവത്വം. അച്ഛൻ മഹാദേവൻ ഭൈരവനാണ്. ഗണപതി ഭഗവാനെയും ഭൈരവനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ചിഹ്നം വിളി, ഭഗവാന്റെ അട്ടഹാസം, അതിനെ ഭൈരവമായിട്ട് പേടിപ്പെടുത്തുന്ന ശബ്ദമായിട്ട് പറഞ്ഞിരിക്കുന്നു. നഗ്ന ഭൈരവൻ എന്ന് വിളിച്ചിരിക്കുന്നു. വിവസ്ത്രനാണ്, ദിക്കുകളെ വസ്ത്രമാക്കിയവർ. ഉച്ഛിഷ്ട ഗണപതിയുടെ തത്വം ഇന്നലെ ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഭഗവാൻ നഗ്നസ്വരൂപിയാണ്, നഗ്നരൂപിയാണ്. ഒരു വസ്ത്രവും ശരീരത്തെ മറയ്ക്കുന്നില്ല. കാരണം ശുദ്ധബുദ്ധിയെ എന്ത് വെച്ച് മറയ്ക്കും? എന്താവരണം വെച്ച? വസ്ത്രം എന്ന മായയാണ്. അപ്പൊ വസ്ത്രത്തെ പോലും മായയെ പൂർണ്ണമായിട്ടും ത്യജിച്ചവനായതുകൊണ്ടാണ് മഹാദേവൻ നഗ്നനായിട്ട് സഞ്ചരിക്കുന്നത്. ഭിക്ഷാടനമൂർത്തി എന്ന് പറഞ്ഞിട്ട് മഹാദേവന്റെ ഭാവമുണ്ട്. പൂർണ്ണ നഗ്നനാണ്. കുറെ നായ്ക്കളുണ്ടാവും കൂടെ. കയ്യില് ബ്രഹ്മാവിന്റെ കപാലം, ബ്രഹ്മകപാലം തലയോട്ടിയും പിടിച്ചിട്ട് ഭിക്ഷയാഴ്ച നടക്കുന്ന ഭാവമുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ ശിവന് അധികം ശില്പരൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശിവലിംഗങ്ങൾ തമിഴ്നാട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ ഭിക്ഷാടനമൂർത്തിയെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഗണപതിക്കും അങ്ങനെ ഒരു ഭാവമുണ്ട്. ഒരുപക്ഷെ ഗണേശപുരാണം ഉപാസിച്ചിരുന്ന ആള് ഭഗവാന്റെ ആ ഭാവത്തിന് ഉപാസിച്ചിരുന്നിരിക്കാം. ഇത് എഴുതിയ ഈ ടെക്സ്റ്റിൽ ഈ ഒരുപക്ഷെ ഈ ഉപാസനാഖണ്ഡത്തിന്റെ സ്തുതി എഴുതി വെച്ചാണ് ആണ് നഗ്ന ഭൈരവരാജായ നമഃ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഗണകൻ എന്നു പേരുള്ള ഋഷിയാണ് ഗണപതി ഭഗവാനെ ആദ്യം പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ മന്ത്രം നേടിയത്. അതാണ് ഈ ഓം ഗം ഗണപതയെ നമഃ എന്നുള്ള മന്ത്രത്തിന്റെ ഋഷി ഗണക ഋഷിയാണ്. ആ പരമഗുരുവായിട്ടുള്ള ഈ ഉപാസകരുടെയൊക്കെ, ഗണപതിയുടെ ഉപാസകരുടെ മുഴുവൻ തലതൊട്ടപ്പൻ ഗണക ഋഷിയാണ്. ആ ഗണക ഋഷി ഗണപതി തന്നെയാണെന്നാണ് സങ്കല്പം. ഇപ്പൊ നമ്മൾ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രത്തിന്റെ ഋഷി ആരാ? സാധ്യനാരായണ ഋഷി ദേവി ഗായത്രി ഛന്ദ എന്നും പറഞ്ഞിട്ടാണ് അഷ്ടാക്ഷരത്തിന് നമ്മൾ ഋഷി ഛന്ദസ് പറയുക. അപ്പൊ സാധ്യനാരായണൻ ആരാ? നരനാരായണന്മാരിലെ നാരായണൻ, സാധകനായ നാരായണൻ. അദ്ദേഹത്തിനാണ് ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ആദ്യം പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയത്. ആ നാരായണൻ ആരാ? അതും നാരായണൻ തന്നെ, ഭഗവാൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ. അതേമാതിരി ഇവിടെ ഗണകൻ ഗണപതി ഭഗവാൻ തന്നെ. പഞ്ചാക്ഷരം കിട്ടിയ ആളുടെ പേര് നോക്കൂ. അദ്ദേഹത്തിന്റെ ആ ഋഷിയുടെ പേരാരാ? ഓം നമശിവായ. നമശിവായ മന്ത്രത്തിന്റെ ഋഷി ആരാ? ആദ്യം നമശിവായ മന്ത്രം പ്രപഞ്ചത്തിൽ ആർക്കാ കിട്ടിയത്? വാമദേവ ഋഷി. വാമദേവൻ ആരാ? മഹാദേവൻ തന്നെയാണ്. പക്ഷെ അവിടെ ഋഷി മനുഷ്യനായിട്ട് അദ്ദേഹം ജനിച്ചു. അപ്പൊ ഇവിടെ ആ ഗണകനായിട്ടുള്ള പരബ്രഹ്മനായ ഗുരുവിന് നമസ്കാരം പറഞ്ഞു. അതിനുശേഷം പിന്നെ വരുന്നൊരു മഹാത്മാവാണ് മുദ്ഗലാചാര്യർ. ഗണപതി ഭഗവാന്റെ മറ്റൊരു പേരാണ് മുദ്ഗലൻ. ഗണപതി ഭഗവാന്റെ പ്രധാനപ്പെട്ട രണ്ട് പുരാണങ്ങൾ ഗണേശ പുരാണവും മുദ്ഗല പുരാണവുമാണ്. മുദ്ഗല പുരാണം, മുദ്ഗലം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ,
അങ്ങനെ സന്തോഷം വന്നിട്ട് നമുക്കിങ്ങനെ കഴുത്ത് വരെ സന്തോഷം വന്നിട്ട് ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ സന്തോഷം അങ്ങനെ നിൽക്കാൻ പറയില്ല, അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉദ്ഗലാവസ്ഥ. ടെൻഷൻ വന്ന് കഴുത്ത് വരെ വന്നിട്ട് ഇടിച്ചു നിന്നിട്ട് പറയാൻ പറ്റാണ്ട് കയ്യും കാലും പറിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഉത്കണ്ഠ. ആനന്ദം വന്നിട്ട് കഴുത്തിന്റെ പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ ഒഴുകി പരന്ന ഉത്സവം. കുണ്ഡലിനി ഉയർന്ന്, ദേവന്റെ കുണ്ഡലിനി ഉയർന്ന് കഴുത്തിനെയും കടന്ന് വിശുദ്ധിചക്രവും കടന്ന് പുറത്തേക്ക് വന്ന് പുറം ലോകത്തേക്ക് ഒഴുകി പരക്കുന്നത് കൊണ്ടാണ് ഉത്സവം എന്ന് പേര്. അതൊക്കെ ഒഴുകല, പുറത്തേക്കുള്ള ഒഴുക്കുകളത്. അപ്പൊ ഇവിടെ ഉദ്ഗലൻ എന്ന് പേരുള്ള പരമാചാര്യന് നമസ്കാരം. അത് കഴിഞ്ഞ് ഭൃശുണ്ഡി, ഗർഗമഹർഷി, എന്താ പറയാ, ഗൃത്സമതൻ, ഭൃഗുമഹർഷി, വ്യാസദേവൻ, ഇവരെയൊക്കെ നമസ്കരിക്കുന്നു. അതിനുശേഷം ഗണേശ ഭഗവാനെ കുറിച്ച് നമുക്ക് ഇത്രയും കാലം പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ 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 ഗുരുക്കന്മാരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അതിനുശേഷം പറയുന്നു, ഈ ബ്രഹ്മഭൂയ മഹാസിദ്ധി പീഠത്തിന്റെ അധിപതിയായിട്ടുള്ള ഗിരിജാസുത യോഗീന്ദ്രന് നമസ്കാരം. അതൊരുപക്ഷെ അക്കാലത്ത് ജീവിച്ചിട്ടുള്ള, ഈ ഗ്രന്ഥം എഴുതുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു സന്യാസിയാവാം. ഇനി അതിൻ്റെ ഒരു മഹത്തായിട്ടുള്ള അർത്ഥം എടുത്താൽ അത് സാക്ഷാൽ ഭഗവാനെ തന്നെയാണ് അവിടെയും പറയണത്. ഒരു സിദ്ധപീഠത്തിനെ കുറിച്ച്, സിദ്ധക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഇനി വരുന്നുണ്ട് ഗണപതി ഗണേശ പുരാണത്തിൽ. അപ്പൊ അവിടെ കുടികൊള്ളുന്ന ഭഗവാനെ സൂചിപ്പിക്കുന്നതാവാം. അതേപോലെ ഗണേശ ജഗൽഗുരുവായിട്ടുള്ള യോഗീന്ദ്രാചാര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവിന് നമസ്കാരം പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ സദ്ഗുരുവായിട്ടുള്ള വേറൊരു യോഗീശ്വരന് നമസ്കാരം പറഞ്ഞിരിക്കുന്നു. ഹേരംബരാജൻ എന്നു പേരുള്ള വേറൊരു ഗണപതി ഉപാസകന് നമസ്കാരം പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് ആചാര്യസ്വാമികൾ ഹിന്ദുമതത്തിനെ അഥവാ സനാതനധർമ്മത്തിനെ 6 സ്കൂളുകളായിട്ട്, 6 പദ്ധതികളായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗാണപത്യം, കൗമാരം, ശൈവം, ശാക്തേയം, ശൈവം, വൈഷ്ണവം, സൗരം. അതിൽ ഗാണപത്യത്തിൽ ആചാര്യന്മാരായിരിക്കാം ഈ അവസാനം പറയുന്ന ബ്രഹ്മഭൂയ മഹാസിദ്ധി പീഠാധീശ്വര ശ്രീമൽ ഗിരിജാസുത യോഗീന്ദ്രൻ. അതേപോലെ തന്നെ ശ്രീമൽ ഗണേശ ജഗദ്ഗുരുവായിട്ടുള്ള ശ്രീമദ് യോഗീന്ദ്രാചാര്യര്, ശ്രീമൽ കുശാധാരി സദ്ഗുരുവായിട്ടുള്ള യോഗീന്ദ്രൻ, ശ്രീമൽ ഗുരുവായിട്ടുള്ള ഹേരംബരാജൻ. ഇങ്ങനെ ഉപാസനാഖണ്ഡത്തിന്റെ ആരംഭത്തിൽ ഇവരെയൊക്കെ നമസ്കരിച്ചിട്ടാണ്. അതൊരു പാരമ്പര്യ രീതിയാണ്. നമുക്ക് ഈ അറിവൊക്കെ തന്നിട്ടുള്ള എല്ലാവരെയും നമസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് ആരും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ സംസ്കാരത്തിൽ എന്തോ കുറച്ചിലോ മോശമൊക്കെയാണ്. പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിലും ആരെയാണെങ്കിലും ഒന്ന് സ്മരിക്കുന്നത്, അക്ഷരം പറഞ്ഞു തന്നവരെ. സ്വന്തം അമ്മയാണ് ആദ്യത്തെ ഗുരു, പിന്നെ അച്ഛൻ, അത് കഴിഞ്ഞാലാ ഗുരു വരുന്നു. അത് ആധ്യാത്മികതയിൽ കൊണ്ടുപോകുന്ന ഗുരു. ചിലവർക്ക് മനുഷ്യരായിട്ട് ഗുരുക്കന്മാരുണ്ടാവും, ചിലർക്ക് മനുഷ്യരായിട്ട് ഗുരുക്കന്മാരുണ്ടാവില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഗുരുനാഥന്മാരെ സ്മരിക്കുക എന്നുള്ളത് അതൊരു ശിഷ്ടാചാരമാണ്. പഴയ കാലം തൊട്ടിട്ട് നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നത് നഷ്ടപ്പെട്ടു പോയതിന്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുരുത്തം കെട്ടവൻ എന്ന വാക്കിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. ഗുരുത്തം ഇല്ലാത്തവരെയാണ് കുരുത്തം കെട്ടവൻ നാടൻ ഭാഷയിൽ പറയുക. 1-ാമത്തെ അധ്യായത്തില് സോമകാന്തന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങും. ആദ്യം തന്നെ ബ്രഹ്മവിദ്യയെ നൽകണവും ഗണങ്ങളുടെ അധിപതിയായിട്ടുള്ള ആ ഗണപതി ഭഗവാനെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകത്തോടു കൂടിയിട്ടാണ് അത് ആരംഭിക്കുന്നത്. തടസ്സങ്ങളുടെ കടലിനെ വറ്റിച്ചു കളയണ അഗസ്ത്യപ്രഭാവമുള്ളവനെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കാരണം അഗസ്ത്യ മഹർഷിയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം കടല് കുടിച്ചു വറ്റിക്കണവനാ. ഇവിടെ തടസ്സങ്ങളുടെ കടലിനെ കുടിച്ചു വറ്റിക്കണവൻ ഗണപതിയാണ്. അപ്പൊ അഗസ്ത്യ മഹർഷിയായിട്ട് ഉപമിച്ചിരിക്കുന്നു. അഗസ്ത്യ മഹർഷിയും ഗണപതി ഭഗവാനും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരേപോലെ ഇരിക്കും. ഗണപതി ഭഗവാൻ പർവ്വതാകാരമാണ്. ഗണപതി ഭഗവാന്റെ വലിപ്പം പറയാൻ പറ്റൂല, അത്രയും വലിയൊരു ശരീരമാണ് ഭഗവാന്റെ. അഗസ്ത്യ മഹർഷി എന്ന് പറഞ്ഞാൽ ചെറുവിരലിന്റെ വലിപ്പമേ ഉള്ളൂ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരാൾക്ക് ശരീരത്തിന്റെ വലിപ്പം മാറ്റി നിർത്തി ഒരാൾക്ക് ആനയുടെ തലയും മറ്റേ ആൾക്ക് മനുഷ്യ തലയാണെന്ന് മാത്രം. അത് തന്നെ നരമുഖ വിനായകൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാവമുണ്ട് ഗണപതിക്ക്. ജനിച്ച ഉടനെയുള്ള, അമ്മ സൃഷ്ടിച്ച ഉടനെയുള്ള ഭഗവാന്റെ രൂപം അത് മനുഷ്യക്കുട്ടിയുടെ രൂപ. ചിദംബരത്ത് പോയാൽ കാണാം. ചിദംബരത്ത് പോയി കഴിഞ്ഞാൽ നരമുഖ വിനായകന്റെ ക്ഷേത്രമുണ്ട്. ക്ഷേത്ര ചെറിയൊരു അമ്പല, കണ്ടുപിടിക്കാൻ പല പണിയാ, ഒന്ന് അന്വേഷിച്ച് നടക്കണം. അതേപോലെ കാശിയിലുണ്ട്.
ഇതും കൂടാണ്ട് ചിദംബരം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു തൂണില് ശംഖു ഊതുന്ന രൂപത്തിൽ മനുഷ്യമുഖമുള്ള ഗണപതി ഭഗവാനെ കാണാൻ സാധിക്കും. നരമുഖ വിനായകൻ എന്ന് പറയും ആ ഭഗവാനെ. അതിനെ ആദി ഗണപതി എന്നും പറയും. ആ രൂപത്തിലാണ് അമ്മ കാവല് നിർത്തിയത് പണ്ട് പുറത്ത്. ശിവപുരാണം മുമ്പ് പറയുമ്പോൾ സ്ഥിരം പ്രഭാഷണം കേൾക്കുന്നവർക്കറിയാം, ശിവനും വിഷ്ണു അല്ല ഗണപതിയും തമ്മിലുള്ള യുദ്ധം വിസ്തരിച്ചിട്ട് പറയണ സമയത്ത് ആ യുദ്ധത്തിന്റെ അവസാനത്തിലാണ് ആ തല അറുത്തു മാറ്റപ്പെടണതും ഈ ഗജശിരസ് വെക്കുന്നതും ഒക്കെ. അപ്പൊ ഇവിടെ പറയണത് അഗസ്ത്യ മഹർഷി കൊടവയറുണ്ട്, ഗണപതി ഭഗവാനും കൊടവയറുണ്ട്. രണ്ടുപേരും മഹാസിദ്ധികളോട് കൂടിയിട്ടുള്ളവരാണ്. അഗസ്ത്യ മഹർഷി ഗണപതിയുടെ വലിയൊരു ഉപാസകനുമാണ്. അപ്പൊ ഗണപതി ഭഗവാന്റെ സ്തുതിയിൽ അഗസ്ത്യപ്രഭാവമുള്ളവനെ എന്ന് വിളിക്കുമ്പോൾ ഭക്തനുണ്ടാവുന്ന മഹിമ എന്തുമാത്രമായിരിക്കും ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ഭക്തന്റെ പേരിൽ അറിയപ്പെടുക, ഭക്തൻ കാണിച്ചിട്ടുള്ള ഒരു അത്ഭുതത്തിനെ വെച്ചിട്ട് ഭഗവാന്റെ മഹിമ പറയാ. അതിൽ കവിഞ്ഞിട്ടൊരു ഭാഗ്യം വേറെ വരാനുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പന്റെ ചില അർച്ചനകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നാരായണീയം കൊണ്ട് പൂജിക്കപ്പെട്ടവനെ, ചില നാമാവലികളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഭട്ടതിരിപ്പാട്ട് കിട്ടുന്ന സന്തോഷം എന്തായിരിക്കും? താൻ എഴുതിയ ഒരു കൃതി കൊണ്ട് ഭഗവാനെ പുരസ്കരിക്കുകയാണ്. അപ്പോ അതേപോലെ അഗസ്ത്യ മഹർഷിയുടെ പ്രഭാവമുള്ളവനെ എന്ന് പറയണം ആ ആദ്യത്തെ. അത് ശരിക്കും നമുക്ക് ഈ നിത്യപ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ശ്ലോകമാണ് ഗണപതി ഭഗവാന്റെ. നമസ്തസ്മൈ ഗണേശായ ബ്രഹ്മവിദ്യാപ്രദായിനെ യസ്യാഗസ്ത്യായതേ നമ വിഘ്നസാഗര ശോഷണേ. ഉൾപ്പെടുത്തിക്കോളാൻ പറഞ്ഞിട്ട് മണിയടിച്ചു അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉൾപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു. ആ ശ്ലോകം മാർക്ക് ചെയ്ത് വെച്ചോളൂ. അതുപോലെ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കഥ തുടങ്ങുന്നത്. ശൗനകാദി മഹർഷിമാര് സൂതൻ കഥ പറയുന്ന സൂതനോട് പറഞ്ഞു, മഹാബുദ്ധിമാനായിട്ടുള്ള സൂത, അവിടുന്ന് കഥ പറയണത് പോലെ ആരും ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരാറില്ല. എത്രയോ പുണ്യമായിട്ടുള്ള അങ്ങയുടെ ഈ ദർശനം ഞങ്ങൾക്ക് കിട്ടി. അങ്ങ് അനവധി കഥകളും പറഞ്ഞു തന്നു, 18 പുരാണങ്ങൾ വിസ്തരിച്ച് തന്നെ അവിടുന്ന് പറഞ്ഞു തന്നു. ഞങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ കഥ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇനിയും കഥ കേൾക്കണം. അതുകൊണ്ട് ബാക്കിയുള്ള പുരാണങ്ങളൊക്കെ, മറ്റു കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരണം വിസ്തരിച്ചിട്ട് എന്ന് പറയുന്നു. 12 വർഷമായിട്ട് ശൗനകന്റെ ഈ മഹാസത്രം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ സന്നിഹിതരായിരിക്കണ ഞങ്ങൾക്ക് കഥ കേൾക്കുക എന്നല്ലാണ്ട് വേറെ യാതൊരു എന്താ പറയാ ഹോബി ഇല്ല. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ രുചി. ഉപാസനയും എന്താ പറയാ നേരം പോക്കോ എന്താണെങ്കിലും ഒക്കെ കഥ കേൾക്കലാണ്. കാരണം കഥ കേൾക്കുമ്പോൾ നമ്മൾ നേരം പോക്കായിട്ടാണെങ്കിൽ പോലും ആ നേരത്തും നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ധ്യാനമുണ്ട്. പല പ്രഭാഷണങ്ങളുടെ അവസാനം ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോൾ ഇത്രയും നേരം പല കാര്യങ്ങളും പറഞ്ഞു, ഇതൊന്നും എനിക്കും ഓർമ്മയുണ്ടാവില്ല, നിങ്ങൾക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ വി ക്യാരി എ ഫീൽ, ഒരു സന്തോഷം കൊണ്ടുപോകുന്നുണ്ട്. അതെന്താ ഈ കൊണ്ടുപോകണത്? അത്രയും നേരം ഭഗവാനെ ഓർത്തതാണ്. 2 മണിക്കൂർ കേട്ടു അല്ലെങ്കിൽ 1.5 മണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ ഈ കഥയൊന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ആ ചൈതന്യം ഉണ്ടാവും. 12 കൊല്ലമായിട്ട് അവിടെ കഥ നടക്കണം. ആ 12 വർഷം ഇപ്പൊ കേട്ട ആൾക്കാരുടെ ശക്തി, ആ മനസ്സിന്റെ എന്താ പറയാ ഫോക്കസ് എത്രമാത്രം ഭഗവാനിൽ തന്നെയായിരിക്കും എന്ന് ആലോചിച്ചു. 12 ദിവസം ഒരു യജ്ഞം നടന്ന അതിനെ സത്രം എന്ന് പറയും. 12ഓ അതിലധികം ആവണം സത്രം ആവണമെങ്കിൽ. അല്ലാണ്ട് സപ്താഹ, ഇപ്പൊ ഈ അടുത്ത് ഞാൻ എവിടെ ഒരു ബോർഡ് കണ്ടു, സപ്താഹ യജ്ഞ സത്രം, അങ്ങനൊന്നില്ല. സത്രം ആവണമെങ്കിൽ 12 ദിവസം കുറഞ്ഞത് വേണം, പ്ലസ് എത്രയാണെങ്കിലും കുഴപ്പമില്ല, സത്രായി. അപ്പൊ ഇവിടെ 12 വർഷമാണ്, 12 ദിവസമല്ല, 12 വർഷമായിട്ട് നടക്കുമ്പോ അത് എന്ത് സത്രം എന്ന് ചോദിച്ചാൽ മഹാസത്രം. അങ്ങനെയുള്ള ഒരു സത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ സൂതനെ പോലുള്ളൊരു വ്യക്തിക്ക് ഈ കഥ പറയാൻ ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന് 12 കൊല്ലമായില്ലേ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കണു, ഇവർക്ക് ഇനിയും മതിയായിട്ടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കണില്ല. അദ്ദേഹം പറഞ്ഞു, സന്തോഷം, ഞാൻ ഇനിയും പറയാം, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ഞാൻ കഥ പറയാം. ഭാഗ്യവാന്മാരായിട്ടുള്ളവരെ, നിങ്ങൾ ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്. ഞാൻ പല പ്രഭാഷണത്തിലും എപ്പോഴും അതും പറയാറുണ്ട്. കൊച്ചു കുട്ടികളോടാണെങ്കിൽ അവർ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്ന് ചോദിച്ചിട്ട് ചീത്ത പറയരുത്. ഏത് ചോദ്യവും നല്ല ചോദ്യമാണ്, ഉത്തരങ്ങളെ പ്രശ്നമുള്ളൂ. ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യ, ലോകത്തിൽ മോശം ചോദ്യം ഒന്നും ഇല്ല, ഉത്തരത്തിലാണ് പ്രോബ്ലം കിടക്കുന്നത്. അപ്പോ
മഹാത്മാക്കളൊക്കെ ഇപ്പൊ നാരദ മഹർഷിയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീശുഖ ബ്രഹ്മനിഷ്ഠനാണെങ്കിൽ, വ്യാസമഹർഷിയാണെങ്കിൽ, ബ്രഹ്മദേവൻ തന്നെയാണെങ്കിൽ, ഇവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അപകടം പിടിച്ച ചോദ്യമാണെങ്കിൽ പോലും ഉചിതമായ ചോദ്യം, നീ ചോദിച്ചത് നല്ല ചോദ്യം, അല്ലെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ടതാണ്, ഇത് പലരുടെയും മനസ്സിലുള്ള സംശയമാണ്, നീ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യും. ചോദ്യം അപ്രീഷിയേറ്റ് ചെയ്താലേ കുട്ടികൾക്ക് വീണ്ടും ചോദ്യം ചോദിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ നമ്മുടെ ചെറുപ്പത്തിൽ ആരെങ്കിലും നമ്മൾ ചോദ്യം ചോദിച്ചാൽ മിണ്ടാണ്ടിരിക്കുക അവിടെ എന്ന് കേട്ടിട്ട് ചോദ്യം ചോദിക്കാണ്ടായതിന്റെ കുഴപ്പമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അപ്പൊ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അവർ നിർത്താതെ ചോദ്യങ്ങളാണല്ലോ. ലോകത്തിനെ അറിയാൻ, മായയെ കൂടുതൽ അറിയാനുള്ള ശ്രമമാണ് കുട്ടിയാകുമ്പോൾ. ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ ചോദിക്കുക അതെന്താ, ഇതെന്താ, ഇത് വേണം, ഇത് ഇങ്ങനെയല്ലേ. അത് ആ ഒരു കാലഘട്ടം നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ടാണ് വാസ്തവത്തിൽ പഠനം അവസാനിക്കുന്നത്. സ്കൂളിൽ പഠിക്കലോ കോളേജ് പഠിക്കലോ അല്ല പഠനം. ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടായി വരുന്ന കാലമാണ് യഥാർത്ഥ പഠനകാലം. അപ്പൊ ഇവിടെ സൂതൻ പറയാണ് മഹർഷിമാരുടെ അടുത്ത്, നിങ്ങൾ മഹാഭാഗ്യവന്മാരാണ്, 12 കൊല്ലമായിട്ട് നിങ്ങൾ ഭഗവാന്റെ കഥ കേട്ടോണ്ടിരിക്കുക. അപ്പം നിങ്ങൾ വളരെ സുഹൃതം ചെയ്ത ആൾക്കാരാണ്. നിങ്ങൾ ഇങ്ങനെ വീണ്ടും നല്ലൊരു ചോദ്യം ചോദിച്ചു എന്നോട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ളവര് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചോദിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ലോകോപകാരത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം നാളെ ഈ കഥകൾ മറ്റുള്ളവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. ഞാനും വാസ്തവത്തിൽ അനുഗ്രഹീതനായിട്ടും സന്തുഷ്ടനായിട്ടും ഇരിക്കുകയാണ് കഥ പറഞ്ഞിട്ട്. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആസ്വദിച്ച കഥ പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും വ്യക്തികൾ ഇരുന്നിട്ട് നമ്മുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഭാഗ്യമാണ് വ്യാസപീഠത്തിൽ ഇരുന്നിട്ട് അത് പറയാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ വാസ്തവത്തിൽ അവിടെ കേൾവിക്കാരെക്കാട്ടിലും കൂടുതൽ അനുഗ്രഹീതരാവണത് പറയുന്ന ആളായിരിക്കും എപ്പോഴും. ഞാൻ എല്ലാവരെയും നമ്മൾ ഗുരുവായൂരപ്പനായിട്ട് കണ്ട് നമസ്കരിക്കുമ്പോൾ ഇത്രയും ഗുരുവായൂരപ്പന്മാരിരുന്നിട്ടാണ് കഥ കേൾക്കണത്. അപ്പൊ അതിൻ്റെ ഒരു ശക്തി വളരെയധികമാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും കഥകൾ പറയാം. എന്നിട്ട് പറയും, മഹാപുരാണങ്ങളെപ്പോലെ 18 ഉപപുരാണങ്ങളുണ്ട്. അത് ഏതൊക്കെയാ? ഗണേശം, നാരദീയം, നൃസിംഹം, ഇങ്ങനെയൊക്കെയുണ്ട്. അതിൽ ഗണേശന്റെ പുരാണത്തിന് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം നാരദീയവും നരസിംഹപുരാണമൊക്കെ ഞാൻ പറയണതാണ്. ഗണേശന്റെ പുരാണം കേൾക്കുന്നത് അത് കിട്ടാൻ തന്നെ ഇല്ല ലോകത്തിൽ. ഇന്നും അങ്ങനെയാണ്, ദുർലഭമാണ്. പുസ്തകമായിട്ട് വേണമെങ്കിൽ പോലും ശരിയായിട്ടുള്ളൊരു പാഠം കിട്ടുക പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. അന്നത്തെ കാലത്തെ അത് കിട്ടാനില്ല എന്നാ, ദുർലഭമാണെന്നാ പറയണത്. മനുഷ്യന്റെ ലോകത്തിൽ വിശേഷിച്ചിട്ടും ഇത് കേൾക്കാൻ കിട്ടാറില്ല. ദേവലോകങ്ങളിലൊക്കെ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട് ഈ കഥ എന്ന് പറയും. ഇത് കേൾക്കുന്ന മാത്രയിൽ ഒന്നുമില്ല. ഗണേശ പുരാണം എന്ന് മനസ്സിൽ ആലോചിച്ചാൽ മതി, ആ നിമിഷം തന്നെ അവന് തൃപ്തി ഉണ്ടാവും. ആത്യന്തികമായിട്ട് എന്താ തൃപ്തി? അവനവന്റെ സ്വരൂപം തിരിച്ചറിയലാണ് തൃപ്തി. ആ തൃപ്തിയെ നിലനിൽക്കുള്ളൂ. ആ തൃപ്തി ഉണ്ടെങ്കിലേ ശരീരം വിടുമ്പോൾ തൃപ്തിയായിട്ടുള്ള മരണം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ മരണങ്ങളും അതൃപ്തമാണ്. അപ്പൊ തൃപ്തി ഉണ്ടാവാൻ ഗണേശപുരാണത്തിനെ സ്മരിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അക്ഷരരൂപത്തിൽ ഭഗവാനെ കുറിച്ച് എന്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് ഭഗവാന്റെ അക്ഷരാവതാരാണ്, ഗ്രന്ഥാവതാരാണ്. ഇപ്പൊ ഗണപതി ഭഗവാനെ സംബന്ധിച്ച് നമ്മൾ പറയും ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹീൻ. ഇവിടെ പറയണ്ടല്ലോ, ഗണേശപുരാണം പ്രത്യക്ഷ ഗണേശ്വരനാണ്, ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഗണേശ്വരനാണെന്ന് ശ്ലോകം ഉണ്ട് ഇതിലിപ്പോ. നമ്മൾ വായിച്ചു നേരത്തെ നമസ്കരിക്കുമ്പോൾ. അത് എങ്ങനെയാണോ ഭാഗവതം, അതേപോലെ തന്നെ ഗണേശപുരാണം ഭഗവാന്റെ അക്ഷരാവതാരമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതിന്റെ പ്രഭാവത്തിനെ വർണ്ണിക്കാൻ ബ്രഹ്മാവിന് പോലും സാധിക്കില്ല. എന്നാലും നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനിത് എനിക്ക് അറിയണതുപോലെ ചുരുക്കി പറയാം. അതാണ് കഥ പറയണവന്റെ വിനയം. കഥ പറയണ ആൾ അത്രയും വിനയത്തോടെ പറയുള്ളൂ. ഇരിക്കുന്നത് വ്യാസപീഠത്തിലാണ് എന്നുള്ളത് കൊണ്ട് അവിടെ അഹങ്കാരമില്ല. അദ്ദേഹം പറയണ എനിക്ക് അറിയണതുപോലെ പറയാം, ബ്രഹ്മാവിന് പോലും പറയാൻ പറ്റാത്തതാണ്. മാത്രല്ല, അനവധി ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റണതും നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റണതും. ഇത് ചോദിക്കാൻ തോന്നണ്ടേ? ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ ഇപ്പൊ നമ്മളിത് നടക്കണു, നമ്മള് എത്രയോ പേർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം. എത്ര കുറച്ചു പേരാണ് വന്നിരുന്ന് കേൾക്കണത് അല്ലേ? അപ്പൊ അതിനൊരു സുഹൃതം വേണ്ടേ? ആ സുഹൃതമാണ്, ശ്രദ്ധയാണ്, താല്പര്യമാണ് ആധ്യാത്മികതയുടെ ആദ്യത്തെ ചോട്. അപ്പൊ ഇവിടെ പറയാ, ആചാരഹീനന്മാർക്കും നിരീശ്വരവാദികൾക്കും പാപം ചെയ്തിട്ടുള്ളവർക്ക് ഇത് കേൾക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്നാണ്. ഒരിക്കലും യോഗം ഉണ്ടാവില്ല. ഭഗവാന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കാൻ ആർക്കും സാധിക്കില്ല. നിത്യത കൊണ്ട്, അനശ്വരത കൊണ്ട്. കാരണം ബ്രഹ്മമാണ്. ബ്രഹ്മമാണെങ്കിൽ പിന്നെ ബോധവസ്തുവായിട്ടുള്ള ഒന്നിനെ എങ്ങനെ അത് എന്നുണ്ടായി, എത്ര കാലം നിലനിന്നു, എന്ന് നശിക്കും എന്നൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
അതൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗണപതിയുടെ രൂപമാണ്. അതേമാതിരി നിർഗുണത്വം, സത്വം, രജസ്, തമസ് എന്നുള്ള ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ഈ മായ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രപഞ്ചം നിലനിൽക്കുന്ന ഈ 3 ഗുണങ്ങളിലാണ്. ഭഗവാനെ ഈ 3 ഗുണങ്ങളും ബാധിക്കുന്നില്ല. ഭഗവാനെ നമ്മൾ പല രൂപങ്ങൾ കൊടുക്കുന്നുണ്ട്. ശാന്തരൂപം, വിദ്യാരൂപം, സ്ത്രീരൂപം, പുരുഷരൂപം, യുദ്ധരൂപം, നൃത്തരൂപം, പൈശാചരൂപം. പൈശാചരൂപമുണ്ട് ഗണപതി ഭഗവാൻ തന്ത്രത്തിൽ. ബ്രഹ്മത്തിനെ എന്തുവാക്കാം. അതാണല്ലോ സനാതനധർമ്മത്തിന്റെ ബ്യൂട്ടി. നമുക്ക് സർവശക്തനായിട്ടുള്ള ഒരു ദൈവം ഒരു സൈഡും അപ്പുറത്ത് കറുത്തിട്ടിരിക്കുന്ന ഒരു പിശാചും ഇല്ലല്ലോ. ആ സമ്പ്രദായം ഇല്ലല്ലോ. പിശാചാണെങ്കിലും ഭൂതാണെങ്കിലും ദേവനാണെങ്കിലും ഒക്കെ ബ്രഹ്മ. ഒരു ദേവത ഒരു സ്ഥലത്തിരുന്നിട്ട് ഇനി ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാം, ഇങ്ങനെ ഞാൻ പശുവിനെ സൃഷ്ടിക്കാം, ഇനി സിംഹത്തിനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സൃഷ്ടിക്കുന്നില്ല. ബോധവസ്തുവായിട്ടുള്ള ബ്രഹ്മം വിശ്വമായിട്ട് മാറുക ചെയ്തു. താൻ തന്നെ സൃഷ്ടിയായി മാറിയെന്നാണ്. അതുകൊണ്ടാണല്ലോ വിഷ്ണു സഹസ്രനാമം ഓം വിശ്വം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണത്. ഇല്ലെങ്കിൽ അത് തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഈശ്വരൻ തന്നെ. ഇപ്പൊ പ്രപഞ്ചമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വിഗ്രഹം. അത് നാരായണൻ എന്ന് നമ്മൾ വൈഷ്ണവം വിളിച്ചാലും, സദാശിവനെന്ന് ശൈവൻ വിളിച്ചാലും, പരാശക്തി ശാക്തേയം വിളിച്ചാലും, ശൂന്യെന്ന് ബൗദ്ധൻ വിളിച്ചാലും, പുരുഷന് സാഖ്യം പറണവൻ വിളിച്ചാലും, മഹാഗണപതി എന്ന് ഗാണപത്യൻ വിളിച്ചാലും ഒരൊറ്റ വസ്തുവിനെയാണ് ഈ പറയണത്. ആ ഗണപതിയാണ് ഗണേശ പുരാണത്തിന്റെ വിഷയം എന്നാദ്യമേ സൂതം പറഞ്ഞു വയ്ക്കുന്നു. അതല്ലാതെ ഒരു ഉപദേവനായി ശിവന്റെയും പാർവതിയുടെയും പുത്രനായിട്ട് അറിയപ്പെടുന്ന ഗജശിരസ്സുള്ള വലിയ തൂങ്ങിക്കിടക്കണ കുടവയറുള്ള ഒരു കൊമ്പൊടിഞ്ഞ് വേറൊരു കൊമ്പ് ഒടിഞ്ഞ കൊമ്പ് കയ്യിൽ പിടിച്ചിരിക്കുന്ന മോദകം കഴിച്ചുകൊണ്ടിരിക്കുന്ന മൂർത്തിഭാവമുള്ള ഗണപതി ആ മഹാഗണപതി സ്വരൂപത്തിന്റെ ഒരു കല മാത്രമാണ്, ഒരു മായാരൂപം മാത്രമാണ് എന്നുള്ള ഭാവത്തോടെ വേണം ഈ പൂർണ്ണമായിട്ട് ഈ കഥകൾ മുഴുവൻ കേൾക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ നിത്യത കൊണ്ടും ഗുണങ്ങളുടെ അഭാവം കൊണ്ടും നിർഗുണത്വം കൊണ്ടും സത്വം രജസ് തമസ് ഗുണങ്ങൾ ഇല്ലാത്തത് കൊണ്ടും അനാദിത്വം കൊണ്ടും ശോഭിക്കണ ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിക്കാൻ ആരെക്കൊണ്ട് സാധ്യല്ല, ഒരു കാലത്ത് സാധ്യല്ല. അങ്ങനെ ഉപാസകന്മാരാൽ ആദ്യം സഗുണരൂപത്തിൽ ആരാധിക്കുന്ന ഭഗവാനെ കാണാവുന്ന രൂപത്തിലൊക്കെ ആരാധിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ നിർഗുണാവസ്ഥയിലേക്ക് എത്തും. ഭഗവാന്റെ രൂപവും ഇല്ലാണ്ടാവും. ഉദ്ധവനെ കൃഷ്ണൻ പറഞ്ഞയക്കുന്നത് അതിനാണല്ലോ. ആ രൂപവും പോകാൻ വേണ്ടിയിട്ടാണ് ബദരിക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ നിർഗുണഭാവത്തിലിരിക്കുന്ന ഏതൊരു ഭഗവാനുണ്ടോ ആ ഭഗവാൻ തന്നെയാണ് അത്ര ആദ്യത്തിൽ ഓംകാര ശബ്ദമായിട്ട് വേദങ്ങളിലൂടെ ശോഭിച്ചത്. അത് ഈ ഗണപതി തന്നെയാണ്. ആ ദേവനെയാണ് ഇന്ദ്രാദികളായിട്ടുള്ള സകല ദേവന്മാരും എല്ലാ മഹർഷിമാരും സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ലോകങ്ങൾക്കും കാരണവും സർവകാരണ കാരണം മൂലസ്വരൂപമായിട്ടുള്ള ഏതൊരുത്തനെ ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികൾ എല്ലാ കാലത്തും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരാളുടെ ആജ്ഞ കൊണ്ടാണോ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്, വിഷ്ണു പാലിക്കുന്നത്, മഹാദേവൻ രുദ്രൻ സംഹരിക്കുന്നത്, ഏതൊരാളുടെ ആജ്ഞ കൊണ്ടാണോ സൂര്യൻ സഞ്ചരിക്കുന്നത്, കാറ്റ് വീശണത്, ജലം എല്ലായിടത്തേക്കും ഒഴുകിപ്പരക്കണത്, സൂര്യന്റെ രശ്മികളൊക്കെ ഭൂമിയിലേക്ക് കൃത്യസമയത്ത് ഉദിച്ച് പതിച്ച് അസ്തമിക്കുന്നത്, രാത്രി ആരുടെ ആജ്ഞ കൊണ്ടാണോ വന്നു പോകുന്നത്, സമയത്തിന്റെ ചക്രം തന്നെ ചലിക്കുന്നത്, അങ്ങനെയുള്ള ആ പരമ രഹസ്യ സ്വഭാവമുള്ള ആ ഭഗവാന്റെ ചരിത്രം ബ്രഹ്മാവിന് പോലും പറയാൻ പറ്റില്ല മഹർഷിമാരെ. പിന്നെയാണോ ഞാൻ? എന്നാലും ഞാൻ പറയാം. എന്നിട്ട് പറയാണ്ടിരിക്കരുത്. ഇത് ആർക്കും പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, നമ്മൾ എഫർട്ട് ഇട്ടോണ്ടേയിരിക്കണം. കുറച്ചെങ്കിലും എഫർട്ട് ഇട്ടോണ്ടിരിക്കണം. പക്ഷെ നമ്മുടെ വിനയം വിടാനും പാടില്ല. അങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ സൂതൻ വളരെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്ന തരത്തിലുള്ളൊരു ഗണപതിയല്ല. ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മത്തിന്റെ കഥയാണ്. ഗണപതിയുടെ രൂപത്തിലുള്ള ബ്രഹ്മത്തെയാണ് ഞാനിവിടെ അവതരിപ്പിക്കണമെന്നാ പറഞ്ഞത്. ആദ്യത്തില് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിട്ട് വ്യാസമഹർഷി ഈ കഥയെ കേട്ടു. ആ വ്യാസമഹർഷിയാണ് ഈ കഥയെ ലോകത്തിന് തന്നത്. അവിടുന്ന് വ്യാസമഹർഷി ഭൃഗുമഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. ഭൃഗുമഹർഷി സോമകാന്തന് പറഞ്ഞു കൊടുത്തു. ഏതൊക്കെ വ്രതങ്ങൾ എടുത്താലും
കോടിക്കോടി വ്രതങ്ങൾ എടുത്താലും, എത്രയെത്ര യജ്ഞങ്ങൾ ചെയ്താലും, എത്രയെത്ര തപസ് ചെയ്താലും, എത്രയെത്ര ദാനങ്ങൾ ചെയ്താലും, എത്രയെത്ര തീർത്ഥസ്നാനങ്ങൾ ചെയ്താലും എന്തൊക്കെ പുണ്യം കിട്ടുന്നുവോ അതിൽ കൂടെ ആ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും തപസ്സനുഷ്ഠിക്കുന്നവർക്കും കിട്ടുന്ന എല്ലാ പുണ്യത്തെക്കാളും എത്രയോ മുകളിലാണ് ഗണേശപുരാണത്തിന്റെ ശ്രവണം കൊണ്ടും പാരായണം കൊണ്ടും കിട്ടണമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാ പുരാണങ്ങളിലും അതാത് പുരാണങ്ങൾക്ക് ഈ ഫലം എഴുതിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു നോർമൽ മനുഷ്യൻ എന്താ വിചാരിക്കുക, ഭാഗവതം വായിക്കുമ്പോൾ വിഷ്ണുവാണ് വലുതെന്ന് പറഞ്ഞു, ശിവപുരാണം വായിക്കുമ്പോൾ ശിവനാണ് വലുതെന്ന് പറഞ്ഞു, ദേവിയുടെ പുരാണങ്ങൾ വായിക്കുമ്പോൾ ദേവിയാണ് വലുത്. അപ്പോൾ ഗണപതി ഭഗവാന്റെ പുരാണം വന്നപ്പോൾ ഗണപതി ഭഗവാന്റെ പുരാണമാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് ശ്രവിച്ചാലും പഠിച്ചാലും മോക്ഷം കിട്ടും എന്നും പറയും. ആചാര്യന്മാര് ഇത് തമ്മിൽ തല്ലാൻ വേണ്ടി എഴുതി വെച്ചല്ല, നമ്മളാണ് അതിനെ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് ആക്കിയത്. മനുഷ്യനാണ് ഒരാൾ വലുത് വേറൊരാൾ ചെറുത് തുടങ്ങിയിട്ടുള്ള ഭാവങ്ങളുള്ളത്. ആത്യന്തികമായിട്ട് മനുഷ്യ മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഉറപ്പിച്ച് കെട്ടിയിടണം, മനസ്സടങ്ങണം, അവസാനം മനസ്സില്ലാണ്ടാവണം. മനസ്സില്ലാണ്ടായാൽ മാത്രമേ, മനസ്സ് മരിക്കലല്ല. ചില ആൾക്കാർ പറയും ദുഃഖം കൊണ്ട് ജീവിതത്തിൽ അനുഭവിച്ചിട്ട് എൻ്റെ മനസ്സൊക്കെ മരിച്ചുപോയി. മനസ്സ് മരിച്ച മനസ്സെന്ന് പറഞ്ഞാലും മനസ്സവിടെ, മനസ്സിന്റെ ജഡം അവിടെ ഉണ്ട്. ഡെഡ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പം പിടിച്ചൊരു സാധനമാണ്. പക്ഷെ ഇതല്ല, ഇവിടെ നോ മൈൻഡ്, മനസ്സില്ല, പറയാൻ മനസ്സില്ല, അതല്ല, മനസ്സേ ഇല്ല. യോഗശാസ്ത്രത്തിന്റെ ഫസ്റ്റത്തെ സൂത്രം പതഞ്ജലി മഹർഷി പറയണത് ചിത്തവൃത്തി നിരോധം യോഗം. മനസ്സിന്റെ ആക്ടിവിറ്റികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് യോഗം എന്ന് വിളിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനസ്സെന്താന്ന് ഒന്ന് ചിന്തിക്കണം. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുവേ അല്ല, അങ്ങനെയൊന്നും ഇല്ല വാസ്തവത്തിൽ. മുമ്പും സ്ഥിരമായിട്ട് ഞാൻ ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു ചിന്ത, അടുത്ത ചിന്ത, അടുത്ത ചിന്ത, അടുത്ത ചിന്ത, അടുത്ത ചിന്ത, അടുത്ത ചിന്ത. ഇത് ഒരു ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവിന് ആ ദേഹത്തിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളിലൊക്കെയുള്ള, നമുക്ക് എല്ലാവർക്കും ഉള്ള ആദ്യത്തെ ചിന്ത ഞാൻ, അതാണ് ആദ്യത്തെ ചിന്ത. ആ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തൊടും നമ്മുടെ ഈ ദേഹത്ത്, ഇതാണ് ഞാൻ എന്ന് പറയാം. അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ പുലിവാല്. സകല പ്രശ്നങ്ങളും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നെ ഞാൻ, പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ, പിന്നെ നമ്മുടെ, അവരുടെ, അവൻ, അവൾ, അങ്ങനെ ചിന്തകൾ ഇങ്ങനെ വർദ്ധിച്ച് 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 കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് വരും. എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ വസ്ത്രം, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പേരക്കുട്ടികൾ, ഇങ്ങനെ എൻ്റെ ദേഹം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അവിടെ നിന്നാണ് തുടങ്ങുക. അങ്ങനെ തുടങ്ങി ഈ ചിന്തകളുടെ ഒരു മഹാപ്രവാഹമായിരിക്കും. പിന്നെ അവസാനം നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല, നമ്മൾ എവിടുന്ന് വന്നു, എന്തായി. നമ്മൾ തന്നെ ഇപ്പൊ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലോ ഇവൻ പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ പണ്ട് ഒപ്പം പഠിച്ച ഒരാളെ കാണുമ്പോൾ പോലും ചിലപ്പോൾ നമ്മളെ പഴയ കാലത്ത് പണ്ട് ഞാൻ എങ്ങനെയായിരുന്നില്ല, ഇപ്പൊ എങ്ങനെയായി എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ പോലും നമ്മൾ ചിന്തിക്കാറില്ല വാസ്തവത്തിൽ, കാരണം ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലപ്രവാഹത്തിൽ ആത്യന്തികമായിട്ട് എന്ത് ചെയ്താലാണ് ഈ നേരത്തെ പറഞ്ഞ തൃപ്തി, നിത്യതൃപ്ത, നിത്യബുദ്ധ എന്നൊക്കെ നമ്മൾ ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഈ തൃപ്തി എങ്ങനെ വരും എന്ന് അന്വേഷിച്ചു ആചാര്യന്മാര്. അവർ കണ്ടുപിടിച്ചു ഒരൊറ്റ വഴിയുള്ളൂ, ഈ മനസ്സെന്ന് പറഞ്ഞതിന് ഇല്ലാണ്ടാക്കുക. മനസ്സാണ് ആത്മാവിനെ മറച്ചു കളയുന്നത്. മനസ്സ് അടങ്ങിയാൽ നാളം എങ്ങനെയാണോ അങ്ങനെ മുത്തുപോലെ നിന്നിട്ട് വിളക്ക് കത്തുക, അതുപോലെ കത്തിക്കൊണ്ടിരിക്കും ആത്മാവ്. അതിനെയാണ് ആത്മപ്രകാശം എന്ന് പറയുന്നത്. അപ്പോഴുണ്ടാവുന്ന ആനന്ദം അനുഭവിക്കുന്നവനായതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ സ്വാനന്ദേശം എന്ന് വിളിച്ചതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഏത് പുരാണം കേട്ടാലും ആത്യന്തികമായിട്ട് മനസ്സടങ്ങണം, തത്വം അറിയണം. അല്ലാണ്ട് ശിവൻ പുരാണത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ അല്ലല്ലോ ഭാഗവതി പറഞ്ഞിരിക്കണത്, അങ്ങനെ അല്ലല്ലോ ദേവി ഭാഗവതി പറഞ്ഞിരിക്കണത് പറഞ്ഞിട്ട് ചിന്തകളുടെ എണ്ണം കൂട്ടുകയല്ല വേണ്ടത്. ചിന്തകളുടെ എണ്ണം കുറയ്ക്കാനാണ് പുരാണ കഥാശ്രവണം. ഒന്ന് കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കുക. ഒരു ദേവതയിൽ പിടിച്ചിട്ട് ആ ദേവനെ തന്നെ മറ്റെല്ലാ ദേവനുമായിട്ട് കാണുക. അല്ലാണ്ട് ഈ ദേവൻ വലുത് ബാക്കിയുള്ളവരൊക്കെ മോശം, അങ്ങനെയല്ല. ഗണപതിയുടെ ഭക്തൻ കാണുന്നതൊക്കെ ഗണപതിയായിട്ട് കാണണം. ഗുരുവായൂർ പോയാലും മൂകാംബിയെ പോയാലും മഹാഗണപതിയെ എന്ന് വിളിക്കണം.
വിഘ്നേശ്വര എന്ന് വിളിക്കണം. ഗുരുവായൂരപ്പന്റെ ഭക്തൻ എവിടെ പോയാലും ഗുരുവായൂരപ്പാന്നേ പറയുള്ളൂ. ഇപ്പൊ എന്റെ ഗ്രാമത്തിലൊരു രാജാമണിയേട്ടനുണ്ട് കൽപ്പാത്തിയിൽ. ഞാൻ മുമ്പൊക്കെ ചില പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഒരു യന്ത്രം പോലെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജപം ധ്യാനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. തമിഴ് ബ്രാഹ്മണനാണ്. റെയിൽവേയിൽ പാചകക്കാരനായിരുന്നു. ട്രെയിനുകളിൽ കേരള എക്സ്പ്രസിലായിരുന്നു വർഷങ്ങൾ. പക്ഷെ ഗ്രാമത്തിൽ റിട്ടയർമെന്റിന് ശേഷം ഞാനും അദ്ദേഹവും കൂടെ ബൈക്കിൽ പഴനിക്ക് കാവടി യാത്രയുടെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോകും. മൂപ്പരുടെ കൂടെ ബൈക്കിൽ പോവുക. കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ടും ചെവിക്ക് പ്രശ്നം വന്നിട്ടും അദ്ദേഹം ആ വ്രതം മുടക്കിയിരുന്നില്ല. നമ്മളൊരു ധൈര്യത്തിൽ പോവും. പാലക്കാട് നിന്ന് ഇത്രയും ദൂരം ബൈക്കിൽ പോവും. പുള്ളിയുടെ കൂടെ പോകുന്ന വഴിയിൽ താവളങ്ങളുണ്ട്. നടന്നു പോകുമ്പോഴുള്ള താവളങ്ങൾ, അവിടെയൊക്കെ ക്ഷണക്കത്ത് കൊടുത്തിട്ടാണ് പോവുക. അവിടെ പോയാലും ക്ഷണക്കത്ത് കൊടുത്തിട്ട് വെറുതെ പോവുകയല്ല അവിടെ ചെയ്യുക. പുള്ളി അവിടെ ചെന്നിട്ട് അവിടെ കിടപ്പോൾ എന്തെങ്കിലും ചപ്പോ ചവറോ ആ മഠത്തിൽ കിടക്കണി ഒരു ചൂലെടുത്തോണ്ട് വന്ന് അവിടെ അടിച്ചു വാരിയിട്ട് എന്നിട്ട് ബൈക്കിൽ വന്ന് കയറുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ എപ്പോഴും സദാ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അപ്പൊ കൽപ്പാത്തി തേരുന്ന സമയത്ത് ചുട്ടുപൊള്ളണ വെയിലില് ഇത്രയും ആയിരം ആൾക്കാർ വരും. ഇവരെ മുഴുവൻ റോഡിന്റെ നടുക്ക് നിന്നിട്ട് വിളിച്ച് ഊണ് കഴിക്കാനുള്ള പന്തലിലേക്ക് വരൂ, കഴിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഗ്രാമത്തിന്റെ വീതിയിലാണ് പന്തല്. അത് പലർക്കും അറിയില്ല അവിടെയാണ് സദ്യ എന്ന്. ഈ പൊരി വെയിൽ ഈ മനുഷ്യനെ കാണാം. ഈ മനുഷ്യൻ തന്നെ ഭഗവാനെ അലങ്കരിക്കാൻ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് വിശ്വനാഥസ്വാമി ശിവനെയും പാർവതി അലങ്കരിക്കാനും ഗണപതി അലങ്കരിക്കാനും ഇരിക്കണ കാണാം. ഇതേ മനുഷ്യൻ തന്നെ അന്നാഭിഷേകത്തിന്റെ അന്ന് വെന്ത ചോറെടുത്തിട്ട് കയ്യിൽ കോരി എടുത്തിട്ട് ഉരുട്ടിയിട്ട് ശ്രീകോലിക്ക് കൊടുക്കണ കാണാം. ഇതേ മനുഷ്യൻ തന്നെ അടിച്ചു കഴുകണതും ഒക്കെ കാണാം. ഒരൊറ്റതേ ഉള്ളൂ. ആരെ കണ്ടാലും മുരുകാ മറ്റൊരൊറ്റ വിളിയാ. ഗുരുവായൂരപ്പനെ കണ്ടാലും മുരുകനാണ്, ശിവനെ കണ്ടാലും മുരുകനാണ്, ഗണപതി ഭഗവാനെ കണ്ടാലും മുരുകനാണ്, അമ്മയെ കണ്ടാലും മുരുകാന്നേ വിളിക്കുള്ളൂ. ആരെ കണ്ടാലും മുരുകാന്നേ വിളിക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഏറ്റവും ലൈഫിൽ ഡിസ്ട്രസ് വരുമ്പോഴും സന്തോഷിക്കുമ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ മുരുക എന്നുള്ള ഒരൊറ്റ വിളിയുള്ളൂ അദ്ദേഹത്തിന്. അങ്ങനെ ആവാൻ ഒരു ഭാഗ്യമാണ്. അതിന് ശാസ്ത്രമൊന്നും അറിയണ്ട, വലിയ പഠനങ്ങളുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് വല്ല മന്ത്രമൊക്കെ ചെല്ലാൻ പറ, അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയും. പക്ഷെ അദ്ദേഹത്തിന് മുരുക എന്ന് വിളിക്കാൻ അറിയാം. ആ വിളിയിലാണ് അത് കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അത് കിട്ടാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കി തരാനാണ്. ഈ പുരാണ ശ്രവണം ചെയ്തിട്ടും മന്ത്രോപാസനകൾ ചെയ്തിട്ടും സ്തോത്രപാഠങ്ങൾ ചെയ്തിട്ടും കവചം വായിച്ചിട്ടും ഇത് കിട്ടിയില്ലെങ്കിൽ വേറൊന്നും കിട്ടില്ല. ഇന്ന് പഠിപ്പിക്കണം എന്താ? ഗീത എടുത്തു വെച്ച് പഠിപ്പിക്കും, ഭാഗവതം എടുത്തു വെച്ചിട്ട് പഠിപ്പിക്കും. കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പിശാചുക്കളാന്ന് പറയും. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് ഭക്തിയെ വിഷം കലർത്തി കൊടുക്കുകയുള്ളൂ. ഇത് ഭക്തിയല്ല, ഇതൊരു തരം നീചമായിട്ടുള്ള ആരാധനയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശിവപുരാണം പ്രഭാഷണം നടക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നതാണ്. തിരുനക്കര ക്ഷേത്രത്തിലുണ്ടായതാ. ഒരു കുടുംബം അവരുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ കുടുംബത്തോട് കൂടിയിട്ട് മഹാദേവനെ തൊഴാൻ പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീകോവിലേക്ക് നോക്കിയിട്ട് മഹാദേവനെ തൊഴില്ല. അപ്പൊ ഈ മെസ്സേജ് അയച്ച വ്യക്തി ആ കുട്ടിയോട് ചോദിച്ചു, അത്ര മോനെ നീ എന്താ തൊഴാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ലില്ല, ശിവ ഈസ് എ ഡീമൺ, ശിവൻ പിശാചാണ്, തൊഴാൻ പാടില്ല എന്ന് പ്രഭുജി പറഞ്ഞിട്ടുണ്ട്. അവനൊരു ഭഗവത്ഗീത ക്ലാസ്സിൽ പോണതിന്റെ കുഴപ്പമാണ്. ഇങ്ങനെയാണ് ധർമ്മത്തിനെ നശിപ്പിക്കണത്. ഇത് പറയേണ്ട സ്ഥലം ഇത്, അതുകൊണ്ടത് പറയണത്. അപ്പൊ ശിവന്റെ ആൾക്കാർ പറയും, വിഷ്ണു 2ാം കട, ശിവൻ ഏറ്റവും വലുത്. അമ്മയുടെ ആൾക്കാർ പറയും, ശിവനും വിഷ്ണു ഒന്നും ഒന്നുമല്ല, അതിന്റെ പുലിവാല് വേറെ. കുറെ നിന്ദകൾ. കൗമാരം എടുത്ത സുബ്രഹ്മണ്യ സ്വാമിയുടെ എടുത്താൽ പറയും, സുബ്രഹ്മണ്യന്റെ താഴെയാണ് ബാക്കി എല്ലാവരും. ആചാര്യന്മാർ ഇത് എഴുതി വെച്ചിരിക്കണം എന്തിനാന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ മനസ്സുറപ്പിച്ചാൽ അതായിട്ട് എല്ലാം കാണാനുള്ള പ്രവണത ഉണ്ടാക്കിയാലേ ചിന്തയുടെ എണ്ണം കുറയുള്ളൂ. ആധ്യാത്മികതയിലും ഇത് വേറെ അത് വേറെ, വേറൊന്ന് വേറെ, ഇത് ഉയർന്നത് ഇത് താഴ്ന്നത് എന്നുള്ള വൈരുദ്ധ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആധ്യാത്മികതയ്ക്ക് എന്താ പ്രസക്തി? ആത്യന്തികമായിട്ട് മനസ്സിനെ ഒന്നിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏത് പുരാണം പറയുമ്പോഴും ആ ദേവനെ, കാരണം നമുക്ക് ആ ദേവന്റെ ആ രൂപത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഗണപതി ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം ഗണപതിയായിട്ട് കണ്ടാൽ മതി. എന്തിനാ മറ്റു ദേവതാരൂപങ്ങളെ നിന്ദിക്കണത്? ആ ദേവനാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇവിടെ സൂതമഹർഷി പറയുന്ന, സൂതം പറയുന്ന ആ അർത്ഥം മനസ്സിലായി. ഇത് കേട്ടാലും
പഠിച്ചാലും മുക്തി കിട്ടും. ഈ പുരാണത്തിന്റെ നാമം ഉച്ചരിച്ചാൽ തന്നെ മുക്തി കിട്ടും എന്ന് പറയുന്നത് അതൊരു മാജിക് ടാബ്ലറ്റ് ഒന്നുമല്ല. നമ്മളിങ്ങനെ വിഴുങ്ങുമ്പോഴേക്കും ഇപ്പോൾ കാൽപോൾ ക്രോസിങ് കഴിച്ചു, പനി മാറി, അരമണിക്കൂർ കഴിയുമ്പോഴേക്കും, അങ്ങനത്തെ ടാബ്ലറ്റ് അല്ല ഇത്. ഇത് കേൾക്കുക, നല്ലോണം മനസ്സിലിട്ട് ആലോചിക്കുക, മനനം ചെയ്യുക, അതിനെ ആത്മാവിലേക്ക് അബ്സോർബ് ചെയ്യുക, അതിനെ നിധിധ്യാസനം ചെയ്തിട്ട് അതായി മാറുക. ഗണപതി ഭഗവാനെ ഉപാസിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ഉപാസിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്ന വ്യക്തികളിൽ ഈ മൂന്നും നടന്നിട്ടുള്ളവരിൽ ശരീരം പോലും അതാത് മൂർത്തികളെ പോലെ ഇരിക്കും. ശ്രദ്ധിച്ചാൽ കാണാം. ഗണപതി ഭഗവാന്റെ ഉപാസനയുള്ളവർക്ക് ഗണപതിയുടെ ശരീര പ്രത്യേകതകൾ ഉണ്ടാവും. ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്നവർക്ക് ഗുരുവായൂരപ്പന്റെ ശരീര പ്രത്യേകതകൾ ഉണ്ടാവും. മഹാദേവനെ ഉപാസിക്കുന്നവർക്ക് മഹാദേവന്റെ ശരീര പ്രത്യേകതകൾ ഉണ്ടാവും. എന്തിന് 50 കൊല്ലം 40 കൊല്ലം 30 കൊല്ലം ഒന്നിച്ച് ജീവിക്കണ, പരസ്പര ഐക്യത്തോടെയും ധാരണയോടെയും ജീവിക്കണ ഭാര്യയ്ക്കും ഭർത്താവിനും വരെ ഒരേ ഛായ വരണു. പിന്നെയല്ലേ ഉപാസകന്മാർക്ക് വരാണ്ടിരിക്കുക? നിരന്തര ധ്യാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് കിട്ടാനാണ്, ആ ഐക്യം കിട്ടാനാണ് ഇതൊക്കെ കേൾക്കേണ്ടത്. അല്ലാണ്ട് ഇത് കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞ് സ്പർദ്ധ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. സത്സംഗം സംഭവിക്കുന്നില്ല. സത്സംഗം പുറത്തല്ല നടക്കുന്നത്, അകത്താ നടക്കണം. സത്തിനോട് നമ്മുടെ ഉൾവശം ചേർന്നിരിക്കലാണ് വേണ്ടത്. അത് നടന്നില്ലെങ്കിൽ കാര്യമില്ല. അപ്പോ അങ്ങനെ കേൾക്കുന്നവർക്ക് ഭാര്യ, ഭർത്താവ്, അത് കളത്രം, പുത്രൻ, ധനം. നമ്മൾ ലോകത്തില് 3 തരം പ്രശ്നങ്ങളാണെന്ന് പറയും. ധാരേഷണ, പുത്രേഷണ, വിത്തേഷണ. കാമം കൊണ്ട് സ്ത്രീയെ കിട്ടണം അല്ലെങ്കിൽ പുരുഷനെ കിട്ടണം എന്നുള്ളതാണ് ആദ്യത്തെ കുഴപ്പം നടക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മക്കളാവും. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കളില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, മക്കൾ ഉണ്ടായാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എന്റെ കുഴപ്പം. അപ്പൊ പുത്രേഷണി. ഇനി ഈ ഭാര്യയും മക്കളെയും നന്നായി നോക്കണ്ടേ? അതിനിത് വേണം. പുതിയ നീഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരുന്നു. ഫീസ് അടയ്ക്കണം, പുതിയ സ്കൂളിൽ ചേർത്തണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ വീട് വേണം, കാറ് വേണം, അത് വേണം, ഇത് വേണം. അപ്പൊ എന്തായി? വിത്തേഷണയും വന്നു, കാശ് വേണം. അപ്പൊ ധാരേഷണ, പുത്രേഷണ, വിത്തേഷണ, ഈ ക്രമത്തിൽ മനുഷ്യൻ ഇങ്ങനെ കാർന്ന് ഇത് തിന്നും. അപ്പോ ഇത് 3 ഗൃഹസ്ഥനായിട്ട് ഇരുന്നാലും ഇങ്ങനത്തെ പുരാണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കില്ല. അതിനെ കളയാൻ പറ്റില്ല. നമ്മൾ ഗൃഹസ്ഥർക്ക് എങ്ങനെയാ കളയാൻ പറ്റുക? നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കിയേ പറ്റൂ. അവരെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന സന്യാസത്തിനെക്കാട്ടിലും വലുതും മഹത്വമാണ് ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് അതിനോട് മനസ്സിനെ ബന്ധിപ്പിക്കാണ്ട്, അത് ഉണ്ടാക്കുന്ന ദുഃഖദുരിതങ്ങളെ മനസ്സിലേക്ക് എടുക്കാതെ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഗണേശപുരാണ ശ്രവണം കൊണ്ടുണ്ടാവും എന്ന് പറയുന്നു. സംസാരത്തിൽ മോഹം വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അല്ലാണ്ട് വീട് വിട്ട് ഓടിപ്പോകുന്നല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള ജീവിതം എങ്ങനെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭംഗിയായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ധർമ്മവും കൃത്യങ്ങളും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അത് പുരാണ ശ്രവണം കൊണ്ട് കിട്ടും. ഇതെല്ലാ പുരാണങ്ങളും തുടക്കത്തിലും സൂതം ഇത് ഋഷിമാരോട് പറയുന്നുണ്ട്. രസം എന്താ വെച്ചാൽ ഋഷിമാരുടെ അടുത്താ പറഞ്ഞു കൊടുക്കണം. വാസ്തവത്തിൽ ഋഷിമാരോട് പറയുന്ന വ്യാജേന നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അടുത്ത് അത് പറയണത്. ഭഗവാനെ മുറുകെ പിടിക്കുക, നിങ്ങളിപ്പോ ചെയ്യണതൊന്നും കളയണ്ട, എല്ലാറ്റിലും ഭഗവാന്റെ സ്പർശം കൊണ്ടുവരിക, താനെ ഭഗവാന്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടാവും. അതിനാണ് നമ്മൾ നിരന്തര സ്മരണ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ആ മയൂരേശൻ എന്നാ പറയുന്നത്. മയൂരേശൻ എന്ന് ഗണപതി ഭഗവാന്റെ പേരാണ്. ആ മയൂരേശന്റെ കഥകളിൽ ശ്രദ്ധയുള്ള മഹർഷിമാരെ നിങ്ങൾ കേട്ടാലും കഥ പറയാനുള്ള യോഗ്യത പോലെ തന്നെ പ്രധാനമാണ് കഥ കേൾക്കാനുള്ള യോഗ്യത. നമ്മുടെ കാലഘട്ടത്തിൽ അത് ആൾക്കാർക്ക് അറിയില്ല. ഭാഗവതം പഠിച്ച ഒരാളെ വിളിച്ച് ഭാഗവതം പറയിപ്പിക്കുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ യോഗ്യത അവിടെ നോക്കുന്നുണ്ട്. കേൾക്കണതോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്താ വരിക, അല്ലേ? ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ചില പ്രഭാഷണങ്ങളിൽ ചില സ്ഥലത്ത് പോകുന്ന സമയത്ത് ഏറ്റവും മികച്ച സാധനങ്ങളൊക്കെ 11 മണിക്ക് ശേഷം പറയുള്ളൂ ഞാൻ. കാരണം അപ്പോഴേ ആളുണ്ടാവുള്ളൂ. 1 മണിക്ക് മുമ്പ് അത് അവസാനിപ്പിക്കുകയും ചെയ്യണം. 1 മണി കഴിഞ്ഞാൽ ആരുമില്ല, ആ ലഞ്ച് കഴിഞ്ഞാൽ ആരുമില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ പ്രധാനമായിട്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം അവിടെ എന്നുണ്ടെങ്കിൽ ആ ടൈമിലേക്ക് എടുത്തു വെക്കേണ്ട അവസ്ഥയാണ്. കേൾക്കുക എന്നുള്ളതിന് അർഹത വേണമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതെങ്ങനെയാ കേൾക്കുക എന്നുള്ളതിന്റെ അർഹത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുമല്ലോ, അനർഹർക്ക് ഉപദേശിച്ചു കൊടുക്കരുത്.
ഈ അമ്മയുടെ ഇതിനൊക്കെ അത് വളരെ പ്രത്യേകമായിട്ടുള്ളത്. ദേവിയുടെ ഇതിൽ ദേവി മഹാത്മ്യത്തിനൊക്കെ അങ്ങനെയാണ്. അനർഹരായിട്ടുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് മഹാപാപമാണ്, അതിന്റെ ദോഷം നീ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അമ്മ വരട്ടാറുണ്ട്. പക്ഷെ മഹാദേവന്റെയോ അല്ലെങ്കിൽ നാരായണന്റെയോ അങ്ങനെ അധികം നിബന്ധന പറയാറില്ല. പക്ഷെ എന്നാൽ അതേ സമയം തന്നെ ആക്സിഡന്റലി കേട്ടാൽ പോലും മുക്തി കിട്ടുന്നതാണ്. അറിയാതെ പോലും കേട്ട് കഴിഞ്ഞാൽ മുക്തി കിട്ടുന്ന കഥകളാണ് ഇത് മുഴുവൻ. അപ്പൊ അങ്ങനെ ആ മയൂരേശന്റെ കഥകളിൽ ശ്രദ്ധയുള്ളവരെ നിങ്ങളിത് കേട്ടോളൂ. അതിന്റെ മഹിമയെ ഞാൻ പറഞ്ഞു തരാം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഭഗവാന്റെ കഥയുടെ മാഹാത്മ്യം തന്നെയാണ് ഭഗവാന്റെ കഥ. മഹിമ സാധാരണ വേറെയാ പറയുക, മാഹാത്മ്യം വേറെയാണ് പറയുക. ഭാഗവതത്തിന്റെ മാഹാത്മ്യം വേറെ, കഥയും വേറെ ഖണ്ഡങ്ങളുമാണ്. പക്ഷെ ഇവിടെ അതല്ല, മാഹാത്മ്യവും കഥയും പുരാണവും ഒന്നാണ്. അപ്പൊ പറയാണ് സോമകാന്തന്റെ ചരിത്രം പറയാം, ആ ചരിത്രത്തിൽ കൂടെ ഈ കഥയുടെ മഹിമ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സോമകാന്തന്റെ കഥ പറയാൻ തുടങ്ങുന്നു. ഞാനിത് വിസ്തരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പറയാം. പക്ഷെ 15 മിനിറ്റിൽ അതിന്റെ ഒരു മുഖവരാഭാഗം, അതിന്റെ തുടക്ക ഭാഗം പറയാം. സോമകാന്തന്റെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സൗരാഷ്ട്ര ദേശത്ത്, ഇന്നത്തെ ഗുജറാത്ത്, സൗരാഷ്ട്രത്തിലെ രാജാവായിരുന്നു. എന്താ പറയുക, അനവധി അക്ഷൗഹിണി സൈന്യങ്ങൾ, ആയിരക്കണക്കിന് ആനകള്, കുതിരകള്, അനവധി തേരാളികള്, അതുപോലെ അസ്ത്രങ്ങളൊക്കെ ധരിച്ചവര്, വില്ലും അമ്പും ഒക്കെ യഥേഷ്ടം കൈകാര്യം ചെയ്യുന്ന, വാൾപ്പയറ്റൊക്കെ ചെയ്യാൻ മിടുക്കന്മാരായിട്ടുള്ള ഗംഭീരന്മാരായിട്ടുള്ള കാലാൾപ്പടകളോട്, അതേപോലെ എന്താ പറയുക, മികച്ച മന്ത്രിമാര്, നല്ല നല്ല ഉത്തമ സ്ത്രീകളുള്ള അന്തഃപുരം, ഇതൊക്കെയുള്ള സൗരാഷ്ട്രം എന്ന് പറയുന്ന ആ ദേശത്ത് ധർമ്മബോധമുള്ള, ബ്രഹ്മജ്ഞാനത്തിന് അർഹനായിട്ടുള്ള, നല്ല ശാസ്ത്രവിചാരം ചെയ്യണ, ധാരാളം നന്മയുള്ള, കാണാനും സുന്ദരനായിട്ടുള്ള, സത്തുക്കളെയൊക്കെ ബഹുമാനിക്കണ, വേദശാസ്ത്രങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിന്റെ പേര് സോമകാന്തൻ. ഇങ്ങനത്തെ രാജാക്കന്മാരൊക്കെ കേൾക്കും ഇന്ന്, ഓ പിന്നെ എന്ന് പറയും അല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ രാജാക്കന്മാരൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഭരണാധികാരികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം ബുദ്ധി കൊണ്ട് ബൃഹസ്പതിയെ പോലെ, അല്ലെങ്കിൽ ബൃഹസ്പതിയെക്കാട്ടിലും മിടുക്കനായിരുന്നു എന്നാ പറയുന്നത്. സമ്പത്ത് കൊണ്ട് കുബേരനെക്കാട്ടിലും സമൃദ്ധിയുള്ളവൻ, ക്ഷമ കൊണ്ട് ഭൂമിദേവിയെ വരെ തോൽപ്പിക്കണവൻ. ഭൂമിക്കാണല്ലോ ഏറ്റവും ക്ഷമ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ചവിട്ടി തേച്ച് നടക്കണം, ആ ചവിട്ട് മുഴുവൻ കൊണ്ടുകൊണ്ടിരിക്കണോണ്ട് അമ്മയ്ക്കാണ് ഏറ്റവും ക്ഷമ അല്ലേ? അപ്പോ ആ ഭൂമിയെക്കാളും ക്ഷമയുള്ള, ഗാംഭീര്യം കൊണ്ട് കടലിനെക്കാട്ടിലും, അതേപോലെ സൂര്യനെക്കാട്ടിലും പ്രകാശമുള്ള ശരീരത്തോടും, കാന്തി കൊണ്ട് ചന്ദ്രനെ ജയിച്ചിട്ടുള്ള ആളായിരുന്നു എന്നാ പറയുന്നത്. പ്രതാപം കൊണ്ട് അഗ്നിയെ ജയിച്ചു അദ്ദേഹം, സൗന്ദര്യം കൊണ്ട് കാമദേവനെ തോൽപ്പിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സദസ്സില് നല്ല കാര്യശേഷിയുള്ള, നല്ല ബന്ധുബലവും സമ്പത്തും ആയുധശേഷിയൊക്കെ ഉള്ള അനവധി പ്രഭുക്കന്മാർ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെ വേണമല്ലോ. ഒരു രാജാവാകുമ്പോൾ തന്റെ കൂടെയുള്ള ആൾക്കാർക്ക് നല്ല പ്രബലന്മാരായിരിക്കണം അവര് നീതിശാസ്ത്രം നന്നായിട്ട് പഠിച്ചവരുണ്ടായിരുന്നു, വലിയ വലിയ പരാക്രമികളായിട്ടുള്ള യോദ്ധാക്കളുണ്ടായിരുന്നു. ശത്രുക്കൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ഈ സംഘങ്ങളിൽ വലിയ ഭയമായിരുന്നു. അതുകൊണ്ട് ആ രാജ്യത്ത് ഒരു പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കുറെ മന്ത്രിമാരുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആ മന്ത്രിയുടെ പേര് രൂപവാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രണ്ടാമത്തെ മന്ത്രിയുടെ പേര് വിദ്യാധീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ ക്ഷേമങ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മന്ത്രിയുടെ പേര് ജ്ഞാനഗംഭ്യൻ. അഞ്ചാമതൊരു മന്ത്രിയുടെ പേര് സുബലൻ. ഇങ്ങനെയൊക്കെ പേരുകളുള്ള മന്ത്രിമാര്. ഇപ്പൊ ഇവരുടെ പേരുകൾ ഇട്ടിരിക്കണേന്ന് നോക്കൂ. രാജാവിന്റെ ചൈതന്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേര് കൊടുത്തിരിക്കണ സോമകാന്തൻ എന്നാ കൊടുത്തിരിക്കണ. ചന്ദ്രന്റെ കാന്തിയുള്ളവൻ എന്ന് നമുക്ക് എടുക്കാം. സ ഉമ എന്ന് പറഞ്ഞാൽ സ ഉമ, ഉമയോടുകൂടിയവൻ സോമൻ. അപ്പൊ ആരായി? മഹാദേവനാ. നമ്മൾ സോമശബ്ദം കൊണ്ട് ചന്ദ്രനെ പറയുന്നുണ്ടെങ്കിലും സ ഉമ, ഉമയോടുകൂടിയവൻ. സോമസ്കന്ധമൂർത്തി എന്ന് പറയും. തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാം, നടുക്ക് കൊച്ചുകുട്ടിയായിട്ടുള്ള ഉണ്ണിയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ഇരുത്തിയിട്ട് അച്ഛനും അമ്മയും അപ്പുറം ഇരിക്കുന്നുണ്ടാവും. ആണ് സോമസ്കന്ധമൂർത്തി.
സ ഉമാ സ്കന്ധ, ഉമയോടും സ്കന്ദനോടും കൂടിയവൻ ആരോ അത് സോമസന്ധമൂർത്തി. അങ്ങനെയാണ് കണക്ക്. അപ്പോ സോമകാന്തൻ ഒരുപക്ഷെ മഹാദേവന് തുല്യം വീരതയുള്ളവൻ എന്നവിടെ കൊടുക്കണം. മഹാദേവന് തുല്യം വീരത അല്ലെങ്കിൽ കാന്തി ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? രണ്ടർത്ഥം എടുക്കാം. സോമകാന്ത ശബ്ദത്തിന് ചന്ദ്രന്റെ കാന്തി എന്ന് വെച്ചാൽ ചന്ദ്രൻ മനസ്സാ. ചന്ദ്രമാ മനസ്സോ ജായത അല്ലേ? പുരുഷ സൂക്തം പറയുന്നുണ്ട്, പ്രമാണമുണ്ട്, ചുമ്മാ പറയില്ല, വെറുതെ പറയില്ല. തെളിഞ്ഞ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ മനസ്സാ. തെളിഞ്ഞ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിശ്ചലായിരിക്കും. അതിലേക്ക് കളങ്കം ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈശ്വരബോധം ഉള്ളവനെ അത് ഉണ്ടാവുള്ളൂ. വേറെ ഒരു വൈകല്യവും ഇല്ല മനസ്സിൽ. അങ്ങനെയുള്ള ഒരാളായിരിക്കണം അത്രേ ഭരണാധികാരി. അതാണ് അതിന്റെ ആദ്യത്തെ ലക്ഷ്യം. അങ്ങനെ ഒരു ഭരണാധികാരി, അങ്ങനെ ഒരു മനസ്സുള്ള ഭരണാധികാരിയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ താനെ വരും. വേദശാസ്ത്ര പുരാണങ്ങളെ ഒക്കെ അറിയാൻ ശ്രമിക്കും, തത്വം അറിയും, ജനങ്ങളുടെ ഹിതം അറിഞ്ഞ് ഭരിക്കും. ജനങ്ങളുടെ ഇഷ്ടമല്ല ഹിതം, അവർക്ക് എന്താണോ നല്ലത് അത് ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ പറയില്ലേ, ഡയബറ്റീസ് ഉള്ള ആൾക്ക് പഞ്ചസാര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമാണ്. അത് ഹിതമാണ്. എന്താ ഹിതം? ഡയബറ്റീസ് ഉള്ള ആൾക്ക് പഞ്ചസാര പാടില്ല, അതാണ് ഹിതം. ഹിതവും ഇഷ്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് ഹിതമായത് ചെയ്യണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ അടുത്ത്. എനിക്ക് ഇഷ്ടമുള്ളത് നടത്തി തരണമെന്നല്ല. എനിക്ക് ഹിതമായിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കുന്നതായിരിക്കും ഹിതം. ആണ് ഭഗവാൻ ചിലത് എത്ര പ്രാർത്ഥിച്ചാലും തരില്ല. അത് സ്നേഹ ഭഗവാന്റെ. അതിന് നന്ദി പറയണം. കാരണം എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഇനി വേറെ പണി കിട്ടുമായിരുന്നു അപ്പുറത്ത്, അല്ലേ? അപ്പൊ ഇവിടെ ഹിതം എന്നുള്ളത് വളരെ പ്രധാനം. അപ്പൊ അങ്ങനെ ഇവിടെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത് മനസ്സ് തെളിഞ്ഞവർക്കേ സാധിക്കുള്ളൂ. അവർക്ക് സ്വാർത്ഥ താല്പര്യം ഉണ്ടാവില്ല. ഞാനേ എൻ്റെ കുടുംബം നന്നായാൽ മതി എന്നാണ് നമ്മുടെ ഭരണാധികാരികളുടെ ചിന്ത. ലോക കുടുംബം, രാജ്യത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും നന്മയാണ് യഥാർത്ഥ ഭരണാധികാരികളുടെ ലക്ഷണം. അപ്പൊ അതുണ്ടാവണമെങ്കിൽ അതുകൊണ്ട് സോമകാന്തൻ ഒന്ന്. രണ്ട്, മഹാദേവ ശബ്ദമാണ് എടുക്കണമെങ്കിൽ, സോമ ശബ്ദം കൊണ്ട് മഹാദേവൻ എന്ന് എടുക്കണമെങ്കിൽ മഹാദേവന്റെ ചൈതന്യമുള്ളവെന്ന് അർത്ഥമാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, മനസ്സ് ബ്രഹ്മനിഷ്ഠാണെന്ന് മനസ്സിലായിക്കൊള്ളാം. കാരണം മഹാദേവന്റെ ചൈതന്യം എന്താ? മഹാദേവൻ സ്വയമേവ പരബ്രഹ്മം അല്ലേ? ആത്മാരാമനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വഭാവമുള്ള ഇത്രയും ഗുണങ്ങളുള്ള ആ രാജാവിന്റെ മന്ത്രിമാരുടെ പേര് നോക്കൂ. രൂപവാൻ, പ്രസന്റബിൾ ആയിരിക്കണം. പ്രസന്റബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ മറ്റൊരു രാജ്യത്തൊക്കെ പോകുമ്പോൾ, ഒരു അംബാസഡർ ആയിട്ട് പോകുമ്പോൾ, ഒരു കാര്യത്തിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ഭൗതിക ലോകത്ത് കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് രാജ്യം എന്തിനാണ് ഇത്രയ്ക്ക് കാണിച്ചു കൂട്ടുന്നത്? രാജ്യം മുഴുവൻ രാജ്യത്തിന്റെ ദേശീയ പതാക കാണുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ്ലി നമുക്കൊരു സന്തോഷം, ഒരു ഐക്യം, ഞാൻ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്നൊരു തോന്നലുണ്ടാവും. നല്ല പ്രസന്റബിൾ ആയിട്ട് നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ മറ്റു വ്യക്തികളും ഒരു കാര്യം നന്നായി പഠിച്ച് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു തേജസ് തോന്നുകയാണെങ്കിൽ അതിനൊരു വലിയ വിലയുണ്ട്. അതുകൊണ്ട് രൂപവാൻ, വിദ്യാധീശൻ, നല്ല എഡ്യൂക്കേറ്റഡാ, 3ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് വരുന്ന ആൾക്കാരല്ല മന്ത്രിപദത്തിൽ ഇരിക്കുന്നത്. അപ്പൊ വിദ്യാധീശൻ. പിന്നെ ക്ഷേമങ്കരൻ, മറ്റുള്ളവരുടെ ക്ഷേമത്തിനെ ചെയ്തു കൊടുക്കണവൻ, ക്ഷേമങ്കരൻ. അത് കഴിഞ്ഞാൽ ജ്ഞാനഗമ്യൻ, അറിവിന്റെ വഴിയിൽ സഞ്ചരിക്കണവൻ. എന്ത് പ്രശ്നം വന്നാലും അതിന് സൊല്യൂഷൻസ് ചിന്തിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നവൻ. 5ാമത്തെ ആള് സുബലൻ, നല്ല ബലവാനായിട്ടുള്ളവൻ. അങ്ങനെ മനസ്സിനും ബലം, ശരീരത്തിനും ബലം, സൈന്യങ്ങളെ കൊണ്ടും ബലമുള്ളവൻ. ഇവരൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെ രാജാവ് ഇവരുടെ സഹായം കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടും അനവധി ദേശങ്ങളെ പിടിച്ചടക്കി. ഈ ദേശങ്ങളിൽ നാനാതരം ആഭരണങ്ങളും വസ്ത്രങ്ങളും അതേപോലെ സ്ത്രീകളെയും ഒക്കെ രാജാവിന്റെ അന്തഃപുരത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു എന്നാ പറയണത്. ഇദ്ദേഹം പോയി കീഴടക്കിയ രാജ്യങ്ങളിൽ നോക്കാം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് അതിസുന്ദരിയായിട്ടും അതിധർമ്മിഷ്ഠയായിട്ടുള്ള സുധർമ്മ എന്ന് പേരോട് കൂടിയിട്ടുള്ള പത്നി സോമകാന്തന് വരികയാണ്. നോക്കൂ, ഭാര്യയുടെ പേര് സുധർമ്മ. അപ്പൊ രാജാവിന്റെ ഭരണാധികാരിയുടെ ശക്തി എന്താ? ശരിയായ ധർമാചരണമാണ്. അതാണ് ശക്തി. സ്ത്രീയാണല്ലോ, അതുകൊണ്ട് സുധർമ്മ എന്ന് കൊടുത്തിരിക്കുന്നു പേര്. സുധർമ്മ എന്ന് പേരുള്ള പത്നിയെ രാജാവ് വിവാഹം ചെയ്തു. സാക്ഷാൽ കാമദേവന്റെ പത്നിയായിട്ടുള്ള രതീദേവിയും അപ്സരസുകളിൽ രംഭ പോലും ഈ തിലോത്തമയൊക്കെ ഈ ദേവിയുടെ സൗന്ദര്യം കണ്ട് ലജ്ജിച്ചിട്ട് പോകുന്ന പറഞ്ഞു. അത്രയ്ക്കും സൗന്ദര്യമുള്ള ഒരമ്മ, ഒരു പത്നി. അനേകം രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള അനവധി ആഭരണങ്ങളൊക്കെ ധരിച്ച്, കഴുത്തിൽ നല്ല മനോഹരമായിട്ടുള്ള മുത്തുമാലകളൊക്കെ ഇട്ട്, അരക്കെട്ടില് രത്നം പതിച്ച് അരഞ്ഞാണം ധരിച്ച്, പാദങ്ങളിലൊക്കെ മനോഹരമായിട്ടുള്ള പാദസരങ്ങളൊക്കെ ഇട്ട്,
വളരെ വില പിടിച്ച മോതിരങ്ങളൊക്കെ കയ്യിൽ ധരിച്ചിട്ട് ഓരോ മുഹൂർത്തത്തിനും വസ്ത്രം മാറിക്കൊണ്ട് ഇരിക്കത്തക്കവണ്ണം സമൃദ്ധി. നമ്മൾ ഇന്നത് സീരിയലിലേ കാണുള്ളൂ അല്ലേ? അങ്ങനെ സമൃദ്ധിയോട് കൂടിയിട്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെ ഉള്ള ഒരു ഭാര്യ എന്നാ പറഞ്ഞു. ആ ദേവിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് സൂതം പറയണം. എന്നിട്ട് ഇതൊന്നുമല്ല ഏറ്റവും വലിയ ഗുണം, ഭഗവാനെ ഭജിക്കണേൽ എപ്പോഴും താല്പര്യം. ഈ സുധർമ്മയുടെ ഏറ്റവും വലിയ താല്പര്യം ഭഗവാനെ ഭജിക്കണേലാ. അതേപോലെ അതിഥികളെ പൂജിക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കുക. ഭർത്താവ് എന്ത് വാക്ക് പറഞ്ഞാലും അതിൽ പ്രിയം കാണുക. അങ്ങനെയുള്ള ആ ദേവി വൈകാണ്ട് ഗർഭം ധരിച്ചിട്ട് 10,000 ആനകളുടെ ബലമുള്ള അതിബുദ്ധിമാനും പരാക്രമിയായിട്ടുള്ള ശത്രുക്കൾക്കൊക്കെ ഭയത്തെ കൊടുക്കണ ഹേമകണ്ഠൻ എന്ന് പേരോട് കൂടിയിട്ടുള്ള സ്വർണത്തിന്റെ കഴുത്തുള്ളവെന്നാണ് ഹേമകണ്ഠൻ അർത്ഥം. ഹേമൻ ച സ്വർണം. അങ്ങനെയുള്ള ഒരു മകനെ പ്രസവിച്ചു. എന്നിട്ട് പറയണം മഹർഷി സൂതം പറയണം, മഹർഷിമാരെ ഇങ്ങനെ ധർമ്മനിരതനായിട്ട് ജീവിച്ച സർവസമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടും പത്നിയോടും പുത്രനോടും കൂടിയിട്ട് ജീവിക്കുന്ന ആ രാജാവ് എല്ലാ രാജാക്കന്മാരെയും വശപ്പെടുത്തി ഈ ഭൂമിയിൽ സ്വന്തം രാജ്യത്തിന് വിസ്തൃതി ഉണ്ടാക്കി. അങ്ങനെ ഈ ഭൂമിയെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം ആ രാജാവിന് തന്റെ കൈകളിൽ ചില തടിപ്പുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ആ തടിപ്പുകൾ തൊട്ട് കഴിഞ്ഞാൽ വേദനിക്കില്ല, പിന്നെ അത് പൊട്ടി ഒലിക്കാൻ തുടങ്ങി. അത് പിന്നീട് ഒരു ഉപമയിൽ വരുന്നുണ്ട് ഈ പുരാണത്തിൽ. ശവന മഹർഷി പറയണ സ്ഥലത്ത് എങ്ങനെയാണോ പർവ്വതങ്ങളിൽ ജലം ശേഖരിക്കപ്പെട്ടിട്ട് പല ഭാഗത്തുനിന്ന് പൊട്ടി ഒഴുകും, അങ്ങനെയുള്ള നീരുറവകൾ ഉണ്ടാവുന്നത്. ഉരുൾപൊട്ടലൊക്കെ അതുകൊണ്ടാണല്ലോ വരണത്. ഓരോ സ്ഥലത്ത് ജലം കെട്ടി നിന്നിട്ട് ചെറിയ ചെറിയ നീർച്ചാലുകളായിട്ടും വലിയ പ്രവാഹങ്ങളായിട്ടും ഇങ്ങനെ പൊട്ടി പൊട്ടി ഒലിക്കും. അതുപോലെയുള്ള ശരീരമായി മാറിയുന്നു. വ്രണങ്ങൾ പൊട്ടി ചലം രക്തം ഒഴുകുക. ഇത്ര സുന്ദരനായിരുന്ന ഒരു രാജാവ്, ഇത്ര മഹാത്മാവായിരുന്ന ഒരു രാജാവ്, ആ രാജാവിന് പൂർവ്വ ദുരിതം ബാധിച്ച് അദ്ദേഹം കുഷ്ഠരോഗിയായിട്ട് തീർന്നു. എങ്ങനെ കുഷ്ഠരോഗിയായി, എന്താണ് കാരണം, ഇനി എങ്ങനെ അദ്ദേഹം ഇന്ന് രക്ഷപ്പെടും തുടങ്ങിയ കഥകളൊക്കെ തുടർന്ന് പറയാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, സർവേശ്വര, മള്ളിയൂരപ്പ.